നമ്മളിപ്പോൾ ഉള്ളത് പരിശുദ്ധ മുഹറം. ഒരു പക്ഷേ ഇന്ന് മുഹറം ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നാളെ. യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസങ്ങളിലെന്ന് നമ്മൾ പലപ്പോഴും പറയാറുള്ള ദുൽ ഖഅദ, ദുൽ ഹിജ്ജ, മുഹറം 3. പിന്നെ ഒരു 4 മാസം കഴിഞ്ഞാൽ ഒരു റജബ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ 4 മാസങ്ങളാണ് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങൾ. അതിൽ തുടർച്ചയായിട്ട് വരുന്ന 3 എണ്ണം ദുൽ ഖഅദ, ദുൽ ഹിജ്ജ, മുഹറം. ഈ തുടർച്ചയായിട്ട് വരുന്ന 3 എണ്ണത്തിൽ അവസാനത്തെ മാസമാണ് മുഹറം, യുദ്ധം ഹറാമാക്കപ്പെട്ടത് എന്ന ഒരു പ്രത്യേകത അതിനുണ്ട്. സുന്നത്തായ നോമ്പുകൾ എടുക്കാൻ ഏറ്റവും കൂടുതൽ പറ്റിയ മാസമാണ്. പ്രത്യേകിച്ച് അതിലെ 10ാമത്തെ ദിവസം ആഷൂറ എന്ന് പറയും. അതിൻ്റെ തൊട്ടു തലേ ദിവസം 9, പിറ്റേ ദിവസം 11 നോമ്പ് സുന്നത്തുണ്ട്. ഇങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ മുഹറമിനുമുണ്ട്. ഇൻഷാ അല്ലാഹ് നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ക്ലാസ്സിൽ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. പിന്നെ യുദ്ധം ഹറാമായിട്ടുള്ള ഒരു മാസം എന്ന് പറയുന്നത് 4 മാസം കൂടി കഴിഞ്ഞിട്ട് സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്റ, റജബ്. 5 മാസം കഴിഞ്ഞിട്ടുള്ള 6ാമത്തെ മാസം. ഇവിടെ മുഹറമിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പ്രത്യേകതയല്ലാത്ത മറ്റൊരു പ്രത്യേകത മുഹറമിനുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ അതിനുള്ളൊരു പ്രത്യേകതയാണ്. ആദർശപരമായിട്ടോ കർമ്മപരമായിട്ടോ ഒന്നുമല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ മുഹറമിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത ഇസ്ലാമിക് കലണ്ടറിലെ ആദ്യത്തെ മാസമാണ്. നമ്മൾ ഇംഗ്ലീഷ് കലണ്ടറിൽ അല്ലെങ്കിൽ ലൂനാർ കലണ്ടറിൽ ജനുവരി, ഫെബ്രുവരി എന്ന് പറയുന്നത് പോലെ ഇസ്ലാമിക് കലണ്ടർ എന്ന് പറഞ്ഞാൽ അതൊരു ആദർശമോ അല്ലെങ്കിൽ ഒരു കർമ്മശാസ്ത്ര വിഷയമൊന്നും അല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അങ്ങനെ സംഭവം ഇല്ല. ഇസ്ലാമിക് കലണ്ടർ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. എന്നാൽ നോമ്പും പെരുന്നാളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ചന്ദ്ര ഉദയമാണ് ആസ്പദിക്കൽ. അത് മറ്റൊരു വിഷയം. പക്ഷെ ഇസ്ലാമിക് കലണ്ടർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല. മാസങ്ങളുണ്ട്, മുഹറമുണ്ട്, സഫറുണ്ട്, റബീഉൽ അവ്വലുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഹിജറ 1-ാം കൊല്ലം, ഹിജറ 2-ാം കൊല്ലം, ഇങ്ങനെ കൊല്ലക്കണക്ക് പറയാറില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കാലത്താണ് ഇവർ ആലോചന നടത്തി. നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ജനനമുണ്ട്, മരണമുണ്ട്, കല്യാണമുണ്ട്, വിവാഹമോചനമുണ്ട്, യുദ്ധങ്ങളുണ്ട്, സന്ധികളുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് കുറിച്ച് വെക്കണ്ടേ? അപ്പോൾ രാഷ്ട്രമീമാംസ വികസിച്ചു വന്നപ്പോൾ ഒരു സോഷ്യൽ മെമ്മറി, സമൂഹത്തിൻ്റെ ഓർമ്മയുടെ ഒരു ഭണ്ഡാരം തന്നെ കൂമ്പാരമായിട്ട് വന്നപ്പോൾ ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി അവർ ഒരാലോചനയിൽ ഏർപ്പെട്ടു. കലണ്ടർ മറ്റുള്ള ആളുകൾക്കൊക്കെ കലണ്ടർ ഉണ്ട് താനും. റോമക്കാർക്ക് കലണ്ടറുണ്ട്, അതുപോലെ പേർഷ്യക്കാർക്ക് കലണ്ടറുണ്ട്. അതൊക്കെ അറബികൾക്ക് അറിയാം. അപ്പം നമുക്കൊരു കലണ്ടർ വേണം. അങ്ങനെ അവരുടെ ആലോചന എത്തിപ്പെടുന്നത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം, പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന ആ കൊല്ലം അല്ല അവർ തിരഞ്ഞെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തുനിന്ന് വിട പറയുന്ന കൊല്ലം, ആ കൊല്ലവും അവർ തിരഞ്ഞെടുത്തില്ല. മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളാണല്ലോ അതൊക്കെ. പിന്നെ റസൂലുള്ളാഹിൻ്റെ ജനനം അവർ മെയിൻറ്റ് ചെയ്തിട്ടേ ഇല്ല. ബുഖാരിൻ്റെ ഹദീസിൽ പറയുന്ന 2 കാര്യമാണ്. സഹാബികൾ കൂടിയാലോചിച്ചപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങൾ ആകപ്പാടെ 3 കാര്യമാണ്. അതൊന്ന് റസൂലുള്ളാഹിൻ്റെ നിയോഗം, അഥവാ 40ാമത്തെ വയസ്സിലുള്ള നിയോഗം, നബിയായിട്ട് വരുന്ന ആ സംഭവം. മറ്റൊന്ന് 63ാമത്തെ വയസ്സിലുള്ള മരണം, വിയോഗം. പറ്റുമോ? ആലോചിച്ചു. 3ാമത്തത് 53ാമത്തെ വയസ്സിലുള്ള ഹിജ്റ. ഹിജ്റ ആക്കാം. എന്നാൽ എന്തിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല? റസൂലുള്ളാഹിൻ്റെ ജനനം അവരെ പരിഗണനയിൽ വന്നിട്ടില്ല. പിന്നെ നബിദിനാഘോഷം എന്ന് പറയുന്ന സംവിധാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഇത് ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടാണ്.
ഹിജ്റയെക്കുറിച്ച് പറയുന്ന അധ്യായത്തിൻ്റെ ഏകദേശം അവസാനത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത് കാണാം. 3 കാര്യങ്ങൾ അവരുടെ ചർച്ചയിൽ വന്നു. അവർ തെരഞ്ഞെടുത്തത് പ്രവാചക നിയോഗമല്ല, പ്രവാചക വിയോഗമല്ല, ഹിജ്റ ആകുന്നു. ഇത് 3 പ്രധാനമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജനനവും പ്രധാനമാണ്, യാതൊരു സംശയവുമില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജനനത്തിന് പ്രത്യേകത ഇല്ല എന്നല്ല ഈ പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് പോലെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട വിഷയം അതായിരുന്നില്ല എന്ന് സഹാബികൾക്ക് അറിയാം. അങ്ങനെ അവർ ഈ 2 മാറ്റിവെച്ച് ഹിജ്റയിൽ ആണ് അവർ ഫോക്കസ് ചെയ്തത്. എന്തായിരിക്കും അതിന് കാരണം? ഈ ലോകത്തിന് മുഴുവൻ വെളിച്ചം കിട്ടാൻ തുടങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40ാമത്തെ വയസ്സിലല്ലേ? ഹിറാ ഗുഹയിൽ വെളിച്ചം വരുന്നത് റസൂലുള്ളാഹിന്റെ 40ാമത്തെ വയസ്സിലല്ലേ? അതിനല്ലേ ഒരു ഡേറ്റായിട്ട് കുറിക്കേണ്ടത്? ഏറെക്കുറെ ശരിയാണ്, 100% അതിനെ തള്ളിക്കളയാൻ പറ്റൂല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗം മുസ്ലിം സമുദായത്തിന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ ദുരന്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണമാണ്. അപ്പം അത് ഒരു ഡേറ്റായിട്ട് വെക്കാലോ, ശരിയാണ്, 100% അവഗണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരുടെ പരിഗണനയിൽ അതൊക്കെ വന്നു. എന്നാൽ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇവിടെ ഉണ്ട്. അതിനേക്കാളും പ്രധാനപ്പെട്ട സംഗതി അതെന്താണ്? 53ാമത്തെ വയസ്സിൽ നടന്നിട്ടുള്ള ലോക ചരിത്രത്തിൻ്റെ ഗതി മാറ്റിവിട്ട ഒരു മഹത്തായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തിൻ്റെ പേരിൽ വേണം നമ്മുടെ ഇസ്ലാമിക് കലണ്ടറിൻ്റെ തുടക്കം. ആ സംഭവമാണ് ഹിജ്റ. പരിശുദ്ധ ഖുർആനിൽ അതിലേക്ക് സൂചനയുമുണ്ട്. അള്ളാഹു തന്നെ ഇത് സഹാബികൾ കൂലങ്കഷമായി ചിന്തിച്ചപ്പോൾ അവർ എത്തിപ്പെട്ട നിഗമന. എന്നാൽ അള്ളാഹ് ഖുർആനിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, സൂചന. അത് തിരിയുന്നവർക്ക് തിരിയുള്ളൂ. സൂറത്തു തൗബയിൽ അതിൻ്റെ 108ാമത്തെ സൂക്തത്തിൽ അള്ളാഹ് പറഞ്ഞു, ലാ തഖും ഫീഹി അബദൻ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗം അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. മദീനയിൽ മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ ഇസ്ലാമിക സമുദായത്തെ 2ആക്കി പിളർത്താൻ വേണ്ടി ഒരു വിഘടിത ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു പള്ളി നിർമ്മിച്ചു. ആ പള്ളിയുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രവാചക തിരുമേനിയെ ക്ഷണിച്ചു. ഞാൻ വരാമെന്നും പറഞ്ഞു. ഇത് മുനാഫിക്കീങ്ങൾ കുത്തിത്തിരിപ്പിന് വേണ്ടി ഉണ്ടാക്കിയ പള്ളിയാണെന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിന് അറിയില്ല. അറിയെങ്കിൽ വരാമെന്ന് പറയോ? അള്ളാഹുവിൻ്റെ റസൂൽ 7 ആകാശത്തിൻ്റെ മുകളിലുള്ളതും 7 ഭൂമിൻ്റെ താഴെയുള്ളതും എല്ലാ ഇരുന്ന ഇരിപ്പിൽ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കുന്ന ആളാണ് എന്ന് പറയുന്ന വിവരദോഷികൾക്കും കൂടിയുള്ള മറുപടി അതിലുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ നെഞ്ച് കുത്തിപ്പിളർക്കാൻ വേണ്ടി മദീനയിൽ പുതിയ പള്ളി ഉണ്ടാക്കി. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു, ഡേറ്റ് കൊടുത്തു. അറിയെങ്കിൽ ഇത് ചെയ്യോ? ബോധപൂർവം ചെയ്യോ? ചെയ്യില്ല. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഇത് അറിയില്ല. അത് ഖുർആനിൽ വേറെ സ്ഥലത്തുണ്ട്. നബിയെ, നിങ്ങളെ നാട്ടിൽ നിങ്ങളെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന മുനാഫിക്കുകളുണ്ട്. ലാ തഅലമുഹും നഹ്നു നഅലമുഹും. അല്ലാഹ് പറഞ്ഞു, നബിയെ, നിങ്ങളെ നാട്ടിൽ, നിങ്ങളെ മദീനയിൽ, നിങ്ങളെ അയൽവാസികളെ കൂട്ടത്തിലുണ്ട് മുനാഫിക്കുകൾ. ലാ തഅലമുഹും, നിങ്ങൾക്കോലെ പറ്റി അറിയില്ല. നഹ്നു നഅലമുഹും, ഞമ്മക്കോരെ പറ്റി അറിയാം. ഉണ്ടോ? സ്വന്തം അയൽവാസികളെ കൂട്ടത്തിൽ കപടവിശ്വാസികൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നബിയെ നിങ്ങൾക്ക് അറിയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹ് പറയാം. എന്നാൽ ഓലെപ്പറ്റി കൃത്യമായിട്ട് എനിക്കറിയാം. അപ്പം ഇതൊക്കെ എല്ലാ സംഗതികളും ഇങ്ങനെ ഇരിപ്പെന്ന് ഇങ്ങനെ കാണുകയാണെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പോലും പറയാനോ പ്രചരിപ്പിക്കാനോ വിശ്വസിക്കാനോ വിചാരിക്കാനോ പാടില്ല. അത് ഖുർആനിൻ്റെ സിദ്ധാന്തത്തിനെതിരാണ്. എന്നിട്ടല്ല ഇവിടെ നമ്മളെ നാട്ടിലെ ലോക്കൽ തലയെക്കെട്ടും കെട്ടി ദാടിയും വെച്ച് ഇങ്ങനെ വിവരമില്ലാതെ, നിസ്കാരമില്ല മര്യാദക്ക്, ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ചുള്ള ഒരു കാർക്കശ്യവും ഇല്ലാത്ത ആളുകളെക്കുറിച്ച് ഇതൊക്കെ പറയുന്നത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞു, അങ്ങനെ ഒരു പള്ളി ഉദ്ഘാടനത്തിന് നിങ്ങൾ പോകാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പോകാൻ പാടില്ല. കാരണം ആ പള്ളി നമ്മളെ പള്ളിയല്ല, അത് പൊളിച്ചു മാറ്റപ്പെടേണ്ട പള്ളിയാണ്. മസ്ജിദുൽ ദിറാർ എന്നാണ് ആ പള്ളിക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ പേര് നൽകിയത്. എടങ്ങേറിൻ്റെ പള്ളി. ആ പള്ളി പൊളിക്കണം. ആ പള്ളി പൊളിച്ചു.
ഈ സംഭവം പറയുമ്പോൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു ലാ തഖും ഫീഹി അബദാ, ആ പള്ളിയിൽ ഒരിക്കൽ പോലും പോയി നിസ്കരിക്കരുത്. നിസ്കരിക്കാൻ ഉണ്ടാക്കിയ പള്ളിയല്ല, തല്ലിക്കാൻ ഉണ്ടാക്കിയ പള്ളിയാണ്. ലാ തഖും ഫീഹി അബദാ, ഒരിക്കലും ആ പള്ളിയിൽ പോയി നിസ്കരിക്കരുത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ, ആത്മാർത്ഥതയുടെ മേൽ കെട്ടിപ്പൊക്കപ്പെട്ടിട്ടുള്ള പള്ളിയുണ്ട്. നിങ്ങൾ മദീനയിൽ വന്നപ്പോൾ ആദ്യത്തെ ദിവസം പണി കഴിപ്പിച്ചിട്ടുള്ള പള്ളി നിങ്ങളെ പള്ളി, അതാണ് പള്ളി. ഉണ്ടാവും. ഇസ്ലാമിക ചരിത്രം തുടങ്ങുന്നത് രണ്ട് കാര്യം പറഞ്ഞിട്ടാണ്. ഒന്ന് ഹിജ്റ, മറ്റൊന്ന് പള്ളി. ഇസ്ലാമിൻ്റെ ചരിത്രം എന്നും പള്ളിയും ഹിജ്റയും പറയാതെ ഇസ്ലാമില്ല. ഇസ്ലാമിക കലണ്ടറിലേക്ക് സൂചന നൽകി അള്ളാഹു ഖുർആനിൽ സംസാരിക്കുമ്പോൾ പള്ളിനെ പറ്റി ആദ്യം പറഞ്ഞില്ല. മസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ, ആത്മാർത്ഥതയുടെ മേൽ അസ്ഥിവാരമിടപ്പെട്ടിട്ടുള്ള ആ വലിയ പള്ളിയില്ല. മസ്ജിദുൻ എന്ന ഖുർആൻ പറഞ്ഞത്. അറബി ഭാഷ അറിയുന്നവർക്ക് അത് അറിയുള്ളൂ. അല്ല, മസ്ജിദുൻ എന്ന് പറഞ്ഞാൽ നെക്കിറയാണ്. അറബി ലാംഗ്വേജ് അറിയുന്നവരുണ്ടെങ്കിൽ നെക്കിറ, മാരിഫയല്ല, നെക്കിറയായിട്ടൊരു പദം പറഞ്ഞാൽ അതൊരു വലിയ പള്ളി, ഭയങ്കര പള്ളി, സംഭവം എന്നാണ് അതിനെക്കുറിച്ച്. അങ്ങനെ നമ്മൾ പറയാം. മസ്ജിദുൻ, ആ വലിയ പള്ളി ഉണ്ടല്ലോ, ഉസ്സിസ അല തഖ്വാ, അത് തഖ്വയുടെ മേൽ അസ്ഥിവാരമിടപ്പെട്ട പള്ളിയാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു മിൻ അവ്വലി യൗമിൻ, അവിടെയാണ് അടിവരയിടേണ്ടത്. മിൻ അവ്വലി യൗമിൻ, ആദ്യത്തെ ദിവസം. ഏതാ ആദ്യത്തെ ദിവസം എന്ന് പറയാം? അതിൻ്റെ മുന്നേ ദിവസങ്ങളില്ലേ? ഈ പള്ളി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ദിവസങ്ങളില്ലേ? എത്ര ദിവസം കഴിഞ്ഞു പോയി? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ തന്നെ 13 കൊല്ലം കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വരവ് വെക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ മറന്നു കഴിഞ്ഞു. നെവർ മൈൻഡ്. ആ ദിവസങ്ങൾക്കൊന്നും അത്ര വലിയ വില കൽപ്പിക്കണ്ട. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ദിവസം തുടങ്ങുന്നത്. ദിവസം തുടങ്ങുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ്. ചരിത്രം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗം, ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ അസ്ഥിവാരമിട്ട, തഖ്വയുടെ മുകളിൽ അസ്ഥിവാരമിട്ട ആ പള്ളി ഉണ്ടല്ലോ, മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി, ആ പള്ളിയിലാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്, നിങ്ങൾ അനുയായികൾ നിസ്കരിക്കേണ്ടത്. എന്നിട്ട് ആ പള്ളിയുടെ വിശേഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ഈ പറഞ്ഞതിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു സൂചിപ്പിക്കുന്നു മിൻ അവ്വലി യൗം, ആദ്യത്തെ ദിവസം എന്ന് പറയാൻ കാരണം ഇതിൻ്റെ മുന്നേ ദിവസങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല. ഇതിൻ്റെ മുന്നേയൊക്കെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ആ ദിവസങ്ങളൊന്നും അതിനൊന്നും അത്ര ചരിത്ര പ്രാധാന്യം ഇല്ല. ഇവിടെ മുതലാണ് ലോകം തുടങ്ങുന്നത്. ഇനി ലോകം കറങ്ങേണ്ടത് ഇവിടെ മുതലാണ്. ഈ കേന്ദ്ര ബിന്ദുവിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് വേണം ഇനി ഇസ്ലാമിക ചരിത്രമാകുന്ന ന്യൂക്ലിയസിൻ്റെ കേന്ദ്രം നിങ്ങളുടെ ഈ ദിവസം ആണ്, ഖുർആൻ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക കലണ്ടറിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ സഹാബികൾ ഏകകണ്ഠമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് കലണ്ടർ തുടങ്ങുന്നു. ഹിജ്റയാണ് അവർ ഫോക്കസ് ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ. അപ്പോൾ ആ ഹിജ്റയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ നാട്ടുകാരിൽ നിന്ന് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായി. നിങ്ങൾക്കറിയാം, ഒരു വിഭാഗം ആളുകൾ എത്യോപ്യയിലേക്ക് പോയി. 90-ലധികം വരുന്ന ആളുകൾ, 11 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു സംഘം എത്യോപ്യ, ഇന്നത്തെ എത്യോപ്യ എന്ന് പറയുന്ന, അന്ന് ഹബഷ എന്ന് പറയും, ആഫ്രിക്കൻ വൻകരയുടെ കിഴക്ക് വടക്ക് ഭാഗത്തുള്ള ഒരു ചെറിയ രാജ്യമാണ് എത്യോപ്യ. ക്രൈസ്തവ രാജ്യമാണ്. ആ രാജ്യത്തുള്ള ഭരണാധികാരി നീതിമാനായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാമായിരുന്നു. റസൂൽ പറഞ്ഞു, നിങ്ങൾ ആ രാജാവിൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആരും ആക്രമിക്കപ്പെടുകയില്ല. അങ്ങനെ അവിടെ ചെന്നു. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഒരു വിഭാഗം അവിടെ കഴിഞ്ഞുകൂടി പോന്നു. മക്കയിൽ അവശേഷിക്കുന്ന സഹാബികൾക്ക് വീണ്ടും പീഡനമാണ്. പലരും പല ഭാഗത്തേക്കും പോയി, സഹിക്കവയ്യാതെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരെ പെട്ടിയും പാണ്ഡവും എടുത്ത് നാട്ടിൽ നിന്ന് പോവുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, ഇമാം ബുഖാരിയുടെ വലിയ ഹദീസുണ്ട്. ലം ആഖിൽ അബവയ്യ ഖത്തു ഇല്ലാ വഹുമാ യദീനാനിദ്ദീൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന നീണ്ട ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്,
അബൂബക്കർ അഥവാ എൻ്റെ വാപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഏകദേശം ബർക്കുൽ ഹിമാദ് എന്ന് പറഞ്ഞ് യമനിൻ്റെ ബോർഡറിൻ്റെ അടുത്തേക്ക് 150 കിലോമീറ്റർ ഏകദേശം ഇന്ന് കണക്കാക്കപ്പെടുന്ന ദൂരം വാപ്പ പോയി കഴിഞ്ഞു. വീട് വിട്ടിറങ്ങി. ആ വീട്ടിൽ ചെറിയ പിഞ്ചു പൈതങ്ങളാണുള്ളത്. അസ്മാവും ആയിഷയും അതുപോലെ അബ്ദുള്ള ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 2-3 ചെറിയ കുട്ടികൾ. ആ കുട്ടികളൊക്കെ വീട്ടിലിട്ടിട്ട് മക്കയോട് വിട പറയാണ്. ആര്? അബൂബക്കർ സിദ്ദീഖ്, മക്കയിലെ കാരണവർ. അങ്ങനെ ബർക്കുൽ ഹിമാദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ മക്കയിലെ ഒരു പ്രമുഖനായ ഒരു ഗോത്ര തലവൻ ഇബ്നു ദഗീന എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കണ്ടുമുട്ടി അബൂബക്കറിനെ വഴിയിൽ വെച്ചുകൊണ്ട്. ഇലായിന അന്തയ അബൂബക്കർ, എവിടേക്കാ പോകുന്നത്? അപ്പോൾ പറഞ്ഞു, അഖ്റജനി ഖൗമി ഫഉരീദു അൻ അസീഹ ഫിൽ അർളി ഫഅബുദ റബ്ബി. എൻ്റെ നാട്ടിലെ ജനങ്ങൾ എന്നെ പുറത്താക്കിയിട്ടുണ്ട്. ഞാൻ ഇനിയൊന്ന് ഭൂമിയിലിറങ്ങി അലഞ്ഞു നടക്കട്ടെ, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കാൻ സാധിക്കുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു ദഗീന പറഞ്ഞു, മിസ്ലുക ലാ യഖ്റുജ് വലാ യുഖ്റജ്. എന്താണ് അബൂബക്കർ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളെപ്പോലത്തെ ഒരാൾ നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടുണ്ടോ? പാടില്ല. നിങ്ങളെപ്പോലെയുള്ള ഒരാളെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാനും പാടില്ല. ഇന്നക്കല തഹമിലുൽ കല്ല ഇന്നക്കല തഹമിലുൽ കല്ല വ തഖ്രിൽ ലൈഫ വ തുഈനു അലാ നവാഇബിൽ ഹഖ്. ഈ കലിമത്ത് നിങ്ങൾ എവിടെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വാക്ക് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു പെണ്ണ് ഒരു പുരുഷനോട് പറഞ്ഞ വാക്കാണ്. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ആദ്യത്തെ ദിവസം ലോകത്തറിയപ്പെട്ട ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞ വാക്കാണ്. അഥവാ മുഹമ്മദ് റസൂലുള്ളാഹിയോട് തൻ്റെ ഭാര്യ ഖദീജ പറഞ്ഞ വാക്കാണ്. ഹിറാ ഗുഹയിൽ നിന്ന് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാമുമായി കണ്ടുമുട്ടി വലിയ പ്രതിസന്ധിയും വിഷമമൊക്കെ ഉണ്ടായി. വീട്ടിൽ വന്ന് പുതച്ച് മൂടിത്തരണമെന്ന് പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദ. നിങ്ങൾ വിഷമിക്കണ്ട, അള്ളാഹു നിങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല. കാരണം പറഞ്ഞു, ഇന്നക ലതഹ്മിലുൽ കല്ല വതഖ്രിൽ ലൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. നിങ്ങൾ പ്രതിസന്ധികളിൽ ജനങ്ങളെ സഹായിക്കുന്നയാളാണ്. നിങ്ങൾ പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുന്നയാളാണ്. നിങ്ങൾ വിരുന്നുകാരെ സ്വീകരിക്കുന്നയാളാണ്. നിങ്ങൾ കാലക്കെടുതികളിലും പ്രളയങ്ങളിലും പ്രക്ഷോഭങ്ങളിലും പ്രതിസന്ധികളിലും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നയാൾ. നിങ്ങളെ എങ്ങനെയാണ് അള്ളാഹു കൈയൊഴിക്കുക? ഒരിക്കലും ഇല്ല നബിയെ എന്ന് പറഞ്ഞ് ഖദീജ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബിയെ സമാധാനിപ്പിച്ച അതേ വാക്കുകളാണ് ഇബ്നു ദഗീന എന്ന് പറയുന്ന അമുസ്ലിമായ മനുഷ്യൻ്റെ വായിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖിൻ്റെ വിഷയത്തിൽ പുറത്തു വരുന്നത്. അബൂബക്കർ സിദ്ദീഖിനോട് ഇബ്നു ദഗീന പറഞ്ഞു, മിസ്ലുക ലാ യഖ്റുജു വലാ യുഖ്റജ്. നിങ്ങളെപ്പോലത്തെ ഒരാൾ നാട്ടിൽ നിന്ന് പുറത്തു പോയാൽ ആ നാടിൻ്റെ കഥ കഴിഞ്ഞു, പോകാൻ പാടില്ല. കാരണം നിങ്ങൾക്കുള്ള യോഗ്യത, ഇപ്പറഞ്ഞ യോഗ്യതകളൊക്കെ ഉള്ള ആളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അഭയം നൽകാം. അഭയം എന്ന് പറഞ്ഞ സംഗതിയുണ്ട് അറബികളുടെ കാലത്ത്. അഭയം നമ്മളെ ഇന്ത്യക്കാർക്കൊന്നും അത് അറിയില്ല. അഭയം എന്ന് പറഞ്ഞാൽ ഏത് അക്രമിക്കാണെങ്കിലും ഒരാൾ അദ്ദേഹത്തിന് അഭയം കൊടുത്താൽ അത് അഭയമാണ്. പിന്നെ ഓനെ തൊടാൻ ആർക്കും പറ്റില്ല. ഇന്നും അറബികളത് ഏകദേശം പാലിച്ചു വരുന്നുണ്ട്. സ്പോൺസർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ഹുർമത്തുള്ള സംഗതിയാണ്. ജിവാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അഭയം തരാം, നിങ്ങൾക്ക് നിങ്ങളെ ദൈവത്തിനെ ആരാധിക്കാനുള്ള എല്ലാ സെക്യൂരിറ്റിയും ഞാൻ ചെയ്തു തരാം, എൻ്റെ കൂടെ വരി എന്ന് പറഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. അങ്ങനെ മക്കയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഖുറൈശികളുടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ ഇവിടെ വന്ന് ആരാധിച്ചോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഒരൊറ്റ കണ്ടീഷനുണ്ട്. എന്താ കണ്ടീഷൻ? പരസ്യമായി നിസ്കരിക്കരുത്, പരസ്യമായി ആരാധന ചെയ്യരുത്, വീട്ടിൽ വെച്ച് ചെയ്തോട്ടെ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ജിവാർ സ്പോൺസർഷിപ്പ് കൊടുത്തു. ഇബ്നു ദഗീനയുടെ സുരക്ഷിതത്വത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിലേക്ക് തിരിച്ചു വന്നു, ആരാധിക്കാൻ തുടങ്ങി. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖിന് തോന്നി, അങ്ങനൊന്നും ആയാൽ ശരിയാവില്ല, കുറച്ചൊക്കെ പരസ്യപ്പെടുത്തണം. അങ്ങനെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ഒരു പള്ളി ഉണ്ടാക്കി. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ പള്ളി എന്ന് അതിനെപ്പറ്റി നമുക്ക് പറയാൻ വയ്യ. കാരണം അള്ളാഹ് ഖുർആനിൽ വേറൊരു പള്ളിനെ പറ്റി പറഞ്ഞു പോയല്ലോ, ആദ്യത്തെ പള്ളിന്ന്. അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ആദ്യത്തെ പള്ളി എന്ന് പറഞ്ഞുകൂടാ. എങ്കിലും ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടാക്കിയ പള്ളി അബൂബക്കർ സിദ്ദീഖിൻ്റെ പള്ളിയാണ്. പക്ഷേ നിസ്കാര പള്ളിയായിരുന്നു. സ്രാമ്പി എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രൈവറ്റ് പള്ളി. ആ പള്ളി ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖ് ആ പള്ളിയിൽ കയറിയിട്ട് നിസ്കാരം തുടങ്ങി. നിസ്കാരവും ഖുർആൻ പാരായണം തുടങ്ങി.
അന്നുണ്ട് നിസ്കാരം. ചില ആൾക്കാർക്കുണ്ടൊരു വിചാരം നിസ്കാരമൊക്കെ നിർബന്ധമായത് പിന്നെയും കുറേ കഴിഞ്ഞിട്ടല്ലേ. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. 5 നേരത്തെ നിസ്കാരം നിർബന്ധമായത് ഹിജ്റ 2-ാം വർഷം, അല്ലെങ്കിൽ ഹിജ്റയുടെ സ്റ്റാർട്ടിങ്ങിൽ നോക്കുവാണെങ്കിൽ പറയാം, ഇസ്രാ മിറാജിൻ്റെ ആ സമയത്ത്. എന്നാൽ അതിൻ്റെ മുന്നേ നിസ്കാരമുണ്ട്, അതൊക്കെ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ വന്നതാ. പക്ഷെ 5 നേരത്തെ നിസ്കാരം അല്ല, അത് 2 റക്അത്ത് നിസ്കാരമായിട്ട് വേറെ നിസ്കാരം, പിന്നെ സുന്നത്തായ നിസ്കാരങ്ങൾ വേറെയും ഉണ്ട്. ഐച്ഛികമായിട്ട് ഇത്രയും നിസ്കരിക്കാം. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കും, ഖുർആൻ ഓതും. അപ്പോൾ നാട്ടുകാരായ സ്ത്രീകളും കുട്ടികളും കൂട്ടമായിട്ട് അബൂബക്കർ സിദ്ദീഖിൻ്റെ നിസ്കാരം കാണാൻ വേണ്ടി ഉന്തും തള്ളും കൂടാൻ തുടങ്ങി. യൻഖദഫ്ന അലൈഹി എന്നാണ് ബുഖാരിൻ്റെ ഹദീസിലുള്ളത്. തിക്കും തിരക്കും കൂട്ടി. നമ്മളിപ്പോൾ ഒരു ആൾ ദൈവം കാണാൻ വേണ്ടിയിട്ട് പോയില്ലേ, ആൾ ദൈവത്തിൻ്റെ അവിടെ പോയിട്ട് എത്ര ആൾക്കാർ തിക്കും തിരക്കും കൂടിയിട്ട് കഥ കഴിഞ്ഞു. അങ്ങനെയല്ല, പക്ഷെ തിക്കും തിരക്കും കൂടി അബൂബക്കർ സിദ്ദീഖിൻ്റെ നിസ്കാരം കാണാൻ വേണ്ടി. അങ്ങനത്തെ നിസ്കാരം നമ്മൾ നിസ്കരിക്കുമ്പോഴത്തെ നിസ്കാരം അല്ല എന്നർത്ഥം. ഖുർആൻ പാരായണം, അബൂബക്കർ സിദ്ദീഖ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കരഞ്ഞ് അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയില്ല. കാന ബക്കാഅൻ, ആയിഷ പറയാണ്, കാന അബൂബക്കറിൻ ബക്കാഅൻ, വല്ലാണ്ട് കരയുന്ന ആളായിരുന്നു. അപ്പം ഇത് കണ്ടപ്പോൾ ഈ പെണ്ണുങ്ങളും കുട്ടികളും ഒന്നാക്കി തടിച്ചുകൂടി. മക്കയിലെ ഖുറൈശികൾക്ക് ആകെ പേടിയായി. ഈ നാട്ടുകാർ മുഴുവനും ഇനി അബൂബക്കറിൻ്റെ ഈ കരച്ചിലും വിളിച്ചിലും ഒക്കെ കണ്ടിട്ട് എല്ലാവരും കൂടി ഇസ്ലാമിലേക്ക് പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അബൂബക്കറിനെ 2ാമത് ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് അവർ തീരുമാനിച്ചു. ഇബ്നു ദഖീനയോട് പറഞ്ഞു, നിങ്ങളെ സ്പോൺസർഷിപ്പ് പിൻവലിക്കണം. അബൂബക്കറിന് നമ്മളുമായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള എഗ്രിമെൻ്റ് പാലിക്കുന്നില്ല, സ്വകാര്യമായിട്ട് ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം പോരൻ്റെ മുമ്പിൽ പള്ളി ഉണ്ടാക്കി നിസ്കരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള സ്പോൺസർഷിപ്പ് പിൻവലിക്കണം. അപ്പോൾ അബൂബക്കർ പറഞ്ഞു, നിങ്ങളെ സ്പോൺസർഷിപ്പ് നിങ്ങൾ പിൻവലിച്ചോളി, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് അള്ളാഹുവിൻ്റെ സ്പോൺസർഷിപ്പ് ഉണ്ട്. അനഫി ജിവാരില്ല, ഞാൻ അള്ളാഹുവിൻ്റെ ജിവാറിലാണ്, നിങ്ങൾ കണ്ടത് കൂട്ടിക്കോളി എന്ന് പറഞ്ഞു. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു സ്വപ്നം. ഇതൊക്കെ ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. ഹിജ്റയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരുപാട് കെട്ടുകഥകളും ദുർബല റിപ്പോർട്ടുകളുണ്ട്. ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ അവസാനം കുറച്ച് സൂചിപ്പിക്കും. നമ്മുടെ നാട്ടിലെ പല ആളുകളും പ്രസംഗിക്കുമ്പോൾ ഖുറാനിലുള്ളതും പറയില്ല, സ്വഹീഹ് ഹദീസിലുള്ളതും പറയില്ല. കാരണം സമയമില്ല, അന്ന് നോക്കില്ല, ഖുറാൻ മര്യാദയ്ക്ക് ഓതൂല, ബുഖാരി മുസ്ലിം അതുമില്ല. പിന്നെ ഏതെങ്കിലും മൊയ്ലിയാർ മൗലവി എവിടുന്നെങ്കിലും എന്തെങ്കിലും പ്രസംഗം അതിങ്ങനെ കോപ്പിയടിച്ച് CD മറച്ചിട്ട് കിതാബ് മറച്ച് ഓതി നോക്കുമ്പോൾ ഇതൊക്കെ തിരിയൂ ഇല്ല. അപ്പം അത് കേട്ട ഇങ്ങനെ പറഞ്ഞു പോരും. അതെന്നെ കഴിഞ്ഞ കൊല്ലം പറഞ്ഞ കൊല്ലം പറയുന്നത്, അതെന്നെ അടുത്ത കൊല്ലം പറയുന്നത്. ഇതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ. അങ്ങനെ പ്രാവ് മുട്ടയിട്ടതും ചെലന്തി വല കെട്ടിയതും ഒക്കെ ഞാൻ പറയും ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം, ആ സമയത്താണ് സ്വപ്നം വരുന്നത്. എന്താണ് സ്വപ്നം? റസൂലുള്ളാഹി വിശദീകരിച്ചു, ഇന്നി ഉരീതു മക്കാന ഹിജ്റത്തിക്കും. സഹാബികളെ വിളിച്ചിട്ട് ഒരു വിളംബര, സഹാബികളെ, നിങ്ങൾക്ക് ഹിജ്റ പോകാനുള്ള സ്ഥലം എനിക്ക് അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ട്. കാരക്കത്തോട്ടങ്ങളുള്ള പരിശുദ്ധ മദീനയെക്കുറിച്ചാണ് പറയുന്നത്. മദീനയിലേക്കാണ് നമ്മുടെ ഹിജ്റ. അതുവരെ പല ആളുകളും പലയിടത്തേക്കും പോയി, കുറേ ആൾക്കാർ എത്യോപ്യയിലേക്ക് പോയി, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ എവിടേക്കാണ് കൃത്യമായിട്ട് നമ്മൾ ഹിജ്റ പോകേണ്ടത് എന്നതിൻ്റെ ചിത്രം, അതിൻ്റെ ജിയോഗ്രഫി എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിവരം കിട്ടിയപ്പോഴേക്ക് ഏകദേശം എല്ലാവർക്കും സമാധാനമായി. അബൂബക്കർ സിദ്ദീഖിന് സമാധാനമായി. പിന്നെ എത്യോപ്യയിലുണ്ടായിരുന്ന ആളുകൾ പോലും ഈ വാർത്ത കേട്ട് അവിടുന്ന് തിരിച്ചു വന്നു. ഒരു വിഭാഗം ആളുകൾ അവിടുന്ന് തിരിച്ചു വന്നു. അവർ നേരെ മദീനയിലേക്ക് പോയി. മദീനയിലേക്കാണ് റസൂലുള്ളാഹിക്ക് പോകാൻ സമ്മതം കിട്ടിയത് എന്ന് സ്വപ്നമുണ്ട്. സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വപ്നമല്ല, പ്രവാചകന്മാരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ വഹീന് തുല്യമാണ്. അങ്ങനെ എത്യോപ്യയിൽ കുറേ ആളുകൾ തിരിച്ചു വന്നു. അബൂബക്കർ സിദ്ദീഖ് സമ്മതം ചോദിച്ചു, നബിയെ ഞാനും പോട്ടെ, ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, അലാ മഹ്ലിക്, നിങ്ങൾക്ക് പോകാനായിട്ടില്ല. മറ്റു പലർക്കും റസൂലുള്ളാഹി സമ്മതം കൊടുത്തു. പലരും പോയി, പലരെയും പറഞ്ഞയച്ചു. മിസ്അബ് ഇബ്നു ഉമൈറിനെ പറഞ്ഞയച്ചു, ബിലാലിനെ പറഞ്ഞയച്ചു, സഅദ് ഇബ്നു അബി വഖാസ് പോയി, ഉമർ ഇബ്നുൽ ഖത്താബ് പോയി. ഉമർ ഇബ്നു ഖത്താബ് പോയ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു കെട്ടുകഥയുണ്ട്. എന്താണ്? ഉമർ ഇബ്നു ഖത്താബ് ഹിജ്റക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായപ്പം പരസ്യമായിട്ട് വാള് ചുഴറ്റി പിടിച്ചിട്ട്, ഉമർ ഇബ്നു ഖത്താബും വാളും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ത്രില്ലടിക്കും. അതൊക്കെ ഭയങ്കര സംഭവമല്ലേ.
അങ്ങനെ മക്കയിൽ അബൂജഹലിന്റെ മുമ്പ് വന്നിട്ട് ഉമർ ഖത്താബ് പറഞ്ഞു, സ്വന്തം ഉമ്മാനെ നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, സ്വന്തം മക്കളെ യതീമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, ആൺകുട്ടികളുമായി മല്ലിടാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരി, ഞാൻ ഉമറാണ്, ഞാൻ മദീനയിലേക്ക് പോവാണ്. പരസ്യമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിളംബരം ചെയ്തുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് സടകുടഞ്ഞലറി എന്നാണ് ഈ റിപ്പോർട്ടുകളിലുള്ളത്. ആ റിപ്പോർട്ട് ശരിയല്ല. ഉമർ ഇബ്നു ഖത്താബും ആരും കാണാതെയാണ് പോയത്. സംഗതി ഉമർ ഇബ്നു ഖത്താബ് പുലിയാന്നൊക്കെ ഉള്ളത് ശരിയാ. പുലിയാന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാന്നല്ല അതിൻ്റെ അർത്ഥം. ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ വിളിച്ചു പറഞ്ഞു, ഉമറെ, മക്കയുടെ ഉള്ളിൽ കടന്നിട്ട് ഖുറൈശികളുമായി സംഭാഷണം നടത്തി വരണം. ഉമറിനോട് ഹുദൈബിയ സന്ധിയിൽ റസൂലുള്ളാഹി പറഞ്ഞു. ഉമർ പറഞ്ഞു, നബിയെ, ഞാൻ അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്കിന്നെ സഹായിക്കാൻ പറ്റിയ ആൾക്കാർ ആരും അവിടെ ഇല്ല, എനിക്ക് വലിയ ഗോത്രങ്ങളില്ല. പേടിച്ച് ബുദ്ധി വേണം. പുലിയാണ് സിംഹാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം ജീവൻ അനാവശ്യമായി നഷ്ടപ്പെടുത്തുന്നത് ബുദ്ധിയല്ല. ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞു, നബിയെ, ഞാൻ ഒരാളെ പറഞ്ഞുതരാം, അയാൾക്ക് മക്കയിൽ ധാരാളം കുടുംബക്കാരുണ്ട്, അയാളെ മേത്ത് കൈവെക്കാൻ ഒരാളും തയ്യാറാവില്ല, അയാളുടെ ഗോത്രം വലിയ ഗോത്രമാണ്, അയാൾ സമ്പന്നനാണ്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ആരാണ്? ഉസ്മാൻ. ഓക്കെ, ഉസ്മാനെ പറഞ്ഞേക്കാം. അങ്ങനെ ഉസ്മാനെ പിടിച്ചിട്ടാണ് മക്കയിൽ ഖുറൈശികളുമായി സംവദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹുദൈബിയ സന്ധിയിൽ തിരഞ്ഞെടുക്കുന്നത്. ഉമർ പോയിട്ടില്ല, പുലിയല്ലാത്തതുകൊണ്ടല്ല. എന്നതുപോലെ ഉമർ ഇബ്നു ഖത്താബും മറ്റുള്ളവരെ പോലെ തന്നെ സ്വകാര്യമായിട്ടാണ് പോയത്, ആരും കാണാതെ. ഇതിങ്ങനെ വാളും ചുറ്റി പിടിച്ച് വരാനുള്ളവരൊക്കെ വരി തല്ലുംപൊടി ഉണ്ടാക്കുക, എന്നെ നേരിടാൻ ആരും കഴിയില്ലെന്നൊന്നും പറഞ്ഞ് പോകില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെക്കാളും വലിയ ധൈര്യമുള്ള ആളുകൾ ആരാളുള്ളത്? അള്ളാഹുവിൻ്റെ റസൂൽ പോലും അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിൽ നിന്നാണ് ഹിജ്റ പുറപ്പെടുന്നത്, വാതിലിൻ്റെ പിന്നാമ്പുറത്ത് കൂടെ പോകുന്നത്, ഫ്രണ്ടേജിലൂടെ അല്ല ഇറങ്ങിയത്, കോലായിലൂടെ അല്ല ഇറങ്ങിയത്, വീട്ടിൻ്റെ പിൻഭാഗത്തുള്ള വാതിലിലൂടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇറങ്ങിയിട്ടുള്ളത്. ഒളിച്ചോടി പോവുക എന്നൊന്നും പറയണ്ട, അത് തന്ത്രമാണ്. തന്ത്രങ്ങളുണ്ട് എല്ലാത്തിനും. നബിയാണെന്ന് പറഞ്ഞിട്ട് ഊതിയ പാറുന്ന അങ്ങനെയില്ല. ഹിജ്റയുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെ തന്ത്രങ്ങൾ എപ്രകാരം ആവിഷ്കരിക്കണം. വെറുതെ അന്ധവിശ്വാസികളായിട്ട് അള്ളാഹു തആല ഒക്കെ നൂലുമ്മൽ ഇങ്ങനെ ഇറക്കിത്തരും, നൂലുമ്മൽ ഇറക്കേണ്ടത് ഇറക്കിക്കൊടുക്കും. പക്ഷെ എന്നും കരുതിയിട്ട് അങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല. സന്നാഹങ്ങൾ വേണം, മുന്നൊരുക്കങ്ങൾ വേണം, ആസൂത്രണങ്ങൾ വേണം, പദ്ധതികൾ വേണം. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബും രഹസ്യമായിട്ട് തന്നെയാണ് ഹിജ്റ പോയിട്ടുള്ളത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖിനോട് റസൂലുള്ളാഹി പറഞ്ഞു, കാത്തിരിക്കൂ, വെയിറ്റ് ചെയ്യ്, നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ 4 മാസം കാത്തിരുന്നു. ആ 4 മാസം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 ഒട്ടകങ്ങളെ വാങ്ങിയിട്ട് അതിന് ഇലകൾ, മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന നല്ല ഇലകൾ നോക്കിയിട്ട് പെറുക്കിക്കൊടുത്തു. അതിനെ നന്നായി തടിച്ചു കൊഴിപ്പിച്ചു. 2 മൃഗങ്ങൾ. അങ്ങനെ ഒരു ദിവസം, ഇതൊക്കെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന നീണ്ട ഹദീസിൻ്റെ ഭാഗമാണ്. ഹദീസിൻ്റെ പദങ്ങൾ പറഞ്ഞാൽ നമുക്ക് സമയം വഴുകും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂബക്കറിൻ്റെ മകളായ ആയിഷയാണ്. ആയിഷ അന്ന് ചെറിയ കുട്ടിയാണ്, തൻ്റെടിയാണ്, കാര്യങ്ങളെല്ലാം ഒപ്പിയെടുത്ത് അടുത്ത തലമുറക്ക് കൈമാറാനുള്ള ബുദ്ധിയും ത്രാണിയും ഓർമ്മശക്തിയുമുള്ള പെണ്ണാണ്. വാപ്പക്ക് സംഭവിച്ചിട്ടുള്ളത്, പ്രവാചകന് സംഭവിച്ചിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നത് ആയിഷയാണ് റളിയല്ലാഹു അൻഹ. ആയിഷ പറയുന്ന കൂട്ടത്തിലുണ്ട്, ഒരു ദിവസം നട്ടുച്ച നേരത്ത് അറബികൾ പുറത്തേക്ക് ഇറങ്ങൂല, ഗൾഫിൽ പോയാലുണ്ടാവും. അവർക്ക് വിശ്രമം തുടങ്ങൽ 12 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഉറങ്ങല. വീട്ടിൽ പോയിട്ട് വാതിലടച്ചിട്ട് ഉറങ്ങലാണ് പണി. രാത്രിയായിരിക്കും പിന്നെ കച്ചവടം കാര്യമൊക്കെ. പിന്നെ അതിരാവിലെയും ആളും മനുഷ്യനും പുറത്തിറങ്ങാത്ത സമയം പൊള്ളുന്ന വെയിലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ മുഖം മൂടിയിട്ട് കൊണ്ടാണ് എൻ്റെ വാപ്പൻ്റെ അടുത്തേക്ക് വരുന്നത്. തലയിൽ കെട്ടും, സാധാരണ തലയെക്കെട്ടുണ്ട്, തലയെക്കെട്ട് മുഖം മൂടൂല. എന്നാൽ അന്ന് വന്ന തലയെക്കെട്ട് മുഖം മൂടിയിട്ടുള്ള കെട്ടായിരുന്നു. കറാമ്പറപ്പല്ല, അത് അള്ള കൊടുക്കേണ്ടപ്പോൾ കൊടുക്കും. കാര്യകാരണങ്ങളുമായി ബന്ധപ്പെടണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അന്തല്ലാതെ നടക്കാൻ പാടില്ല. നട്ടുച്ച നേരത്ത് ആരും പുറത്തിറങ്ങാത്ത സമയത്ത് ഖദീജ പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വലം ആഖിൽ അബവയ്യ ഇല്ല വഹുമ യദീനാനി ദീൻ. എനിക്ക് ബുദ്ധി വെച്ച കാലം മുതലേ എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും മുസ്ലിമീങ്ങളാണ്. ബുദ്ധി വെച്ച കാലം മുതൽ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇസ്ലാം വന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് പറയുന്നുണ്ട്,
മാ മറ അലൈനാ യൗമുൻ ഇല്ലാ വയതീനാ ഫീഹി റസൂലുള്ളാഹ് ത്വറഫൈൻ നഹാർ ബുക്റതൻ വഅശിയ്യാ. ഒരു ദിവസവും ഞങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ എൻ്റെ വാപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ 2 വട്ടം വരാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല. ത്വറഫൈൻ നഹാർ, പകലിൻ്റെ തുടക്കവും പകലിൻ്റെ അവസാനവും, അഥവാ ബുക്റതൻ വഅശിയ്യ, എല്ലാ ദിവസവും രാവിലെയും വരും വൈകുന്നേരം വരും മുഹമ്മദ് റസൂലുള്ളാഹി എൻ്റെ വീട്ടിലേക്ക്. അത്ര ബന്ധമാണ് അബൂബക്കറുമായിട്ട്. എല്ലാ ദിവസവും പ്രവാചകൻ വരാറുണ്ട് എൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ വരാത്ത ഒറ്റ ദിവസവും കഴിഞ്ഞു പോയിട്ടില്ല. എന്നിട്ട് എന്തിനത് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ദിവസം പ്രവാചകൻ വരുന്നത് രാവിലെ അല്ല വൈകുന്നേരം അല്ല, പിന്നെ നട്ടുച്ച സമയത്ത്, അതും മുഖം മൂടിക്കെട്ടിയിട്ടാണ് വരുന്നത് എന്ന് വീട്ടിൽ വന്നിരുന്നു. സമ്മതം ചോദിച്ചു. വീട്ടിലേക്ക് കടക്കാൻ അബൂബക്കർ സിദ്ദീഖ് സമ്മതം കൊടുത്തു. വീട്ടിൻ്റെ ഉള്ളിൽ അബൂബക്കറിൻ്റെ കട്ടിലിൽ റസൂലുള്ള ഇരുന്നു. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, അഖ്രിജ് മൻ ഇൻദക്. ഡിപ്ലോമസിയാണിത്, സൈനികമായിട്ടുള്ള എന്താ പറയുക, ദൈക്ഷണികതയിൽ വേണം കാര്യങ്ങൾ നടത്താൻ. അബൂബക്കർ സിദ്ദീഖിനോട് പ്രവാചകൻ പറഞ്ഞു, അഖ്രിജ് മൻ ഇൻദക്. പോരൻ്റെ ഉള്ളിലുള്ള ആളുകളൊക്കെ പിടിച്ചു പുറത്താക്കി. സ്വകാര്യം പറയാൻ വേണ്ടി വന്നതാ, അതീവ രഹസ്യമായ രാഷ്ട്രതന്ത്രം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാ. ഞാനും നിങ്ങളുമല്ലാത്ത മൂന്നാമത്തെ ഒരാൾ കേൾക്കാൻ പാടില്ല. അഖ്രിജ് മൻ ഇൻദക്, അന്തം കമ്മി കളിക്കാൻ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നബിയെ ഇന്നഹുമ അഹ്ലുക. ആരെ പുറത്താക്കാണ് നബിയെ? അത് നിങ്ങളുടെ കുടുംബക്കാർ തന്നെയാണ്. അസ്മാവും ആയിഷയാണ്, വേറെ ആരും ഈ വീട്ടിലില്ല. എൻ്റെ ചെറിയ 2 പെൺകുട്ടികളെ ഇവിടെ ഉള്ളൂ, വേറെ ആരുമില്ല. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് അത് പറഞ്ഞോളൂ. അപ്പോൾ റസൂലുള്ളാഹിക്ക് സമാധാനമായി. കാരണം ഒളിഞ്ഞു കേൾക്കുന്ന ആരും ഇവിടെ ഇല്ല, ചാരന്മാരില്ല എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, എനിക്ക് ഹിജ്റക്ക് പോകാനുള്ള സമ്മതം കിട്ടിയിട്ടുണ്ട്, എനിക്ക് പുറപ്പെടാനുള്ള സമ്മതം അള്ളാഹ് തന്നിട്ടുണ്ട്. അതിങ്ങോട്ട് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, നബിയെ എനിക്ക് കൂടെ പോരാൻ പറ്റുമോ? അപ്പോൾ റസൂൽ പറഞ്ഞു, നാം, നിങ്ങൾക്ക് കൂടെ പോരാ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാണ് പറയുന്നത്. ആയിഷ ബീവി പറയാണ്, ഒരാൾ സന്തോഷം കൊണ്ട് കരയും എന്നത് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. വേദനയും പേടിയൊക്കെ നമുക്കറിയാം. സന്തോഷം കൊണ്ട് ഒരാൾ കരയുമെന്ന് പറയുന്ന പലരും പറയലുണ്ട്. എനിക്കങ്ങനെ ഒരു ബോധ്യമില്ലായിരുന്നു. എൻ്റെ വാപ്പ കരയുന്നത് കണ്ടപ്പോഴാണ് ഒരു മനുഷ്യൻ സന്തോഷിക്കുമ്പോൾ എങ്ങനെ കരയുമെന്നത് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഉടനെ തന്നെ അവർക്ക് പുറത്തിറങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പും അങ്ങനെ ഇറങ്ങി. ചുരുക്കി പറയാണ്, ഞാൻ മക്കയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹായുടെ അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൻ്റെ പിന്നാമ്പുറത്തൂടെയാണ് ഇറങ്ങുന്നത്. കൂടെ അബൂബക്കർ സിദ്ദീഖിൻ്റെ ഒരു സഹായിയുണ്ട്. അതുപോലെ തന്നെ മക്കയിലുള്ള വഴി പരിചയമുള്ള, മദീനയിലേക്കുള്ള വഴി അറിയുന്ന ഒരു പരിചയക്കാരനും കൂടെയുണ്ട്. അദ്ദേഹം മുസ്ലിം അല്ല. അദ്ദേഹത്തെയും കൂട്ടിയിട്ട് സൗർ ഗുഹ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള വഴിയല്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പം വടക്കോട്ടേക്കാണ് പോകേണ്ടത്. ഇപ്പം മലപ്പുറത്തുനിന്ന് പോകുമ്പോൾ കാസർകോട്ടേക്ക് പോകും പോലെ, മലപ്പുറത്തുനിന്ന് കാസർകോട്ടേക്ക് പോകേണ്ട ആൾ ആദ്യം പോകേണ്ട കൊടുക്കുക, ആദ്യം പോകേണ്ട കോഴിക്കോട്ടേക്ക്, പിന്നെ അവിടുന്ന് അങ്ങോട്ട് കണ്ണൂർക്ക്, ഇങ്ങനെയല്ലേ പോവാ. എന്നാൽ മലപ്പുറത്ത് നിന്ന് കാസർകോട്ടേക്ക് പോകേണ്ടവൻ ആദ്യം പെരിന്തൽമണ്ണക്ക് പോകാന്ന് പറഞ്ഞാൽ എന്താ അതിന് പറയാം? എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യം പോകുന്നത് പെരിന്തൽമണ്ണക്കാണ്, പോകേണ്ട കാസർകോട്ടേക്കാണ്. എന്നാൽ മലപ്പുറം നേരെ പെരിന്തൽമണ്ണക്ക് വിട്ട്. എന്തിനാണ്? അത് ഡിപ്ലോമസിയാണ്, അത് യുദ്ധതന്ത്രമാണ്. ഞാൻ പോകുന്നത് മദീനയിലേക്കാണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം. കാരണം എൻ്റെ അനുയായികളൊക്കെ നേരത്തെ മദീനയിലും എത്തിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ വഴി, എൻ്റെ റൂട്ട് മാപ്പ് മദീനയിലേക്കാണെന്ന് കരുതിയിട്ട് എൻ്റെ പിന്നാലെ ആളുകൾ വരും. അതുകൊണ്ട് ആ റൂട്ടിലൂടെ പോകണ്ട, നേരെ തിരിച്ച് ഒരാളും ചിന്തിക്കാത്ത വിധത്തിലുള്ള റൂട്ടിലൂടെ പോകണം. അങ്ങനെ മക്കയിൽ നിന്ന് ഗാറ് സൗറിലേക്ക് എത്തിപ്പെടുന്നു. മലയുടെ മുകളിൽ കയറി 3 ദിവസം അവിടെ തമ്പടിച്ചു. ആ ഗുഹയുടെ ഉള്ളിൽ 3 ദിവസം. എന്തിനാ 3 ദിവസം അവിടെ തമ്പടിച്ചത്? ഒരാളെ പിന്നാലെ അന്വേഷിക്കാൻ വേണ്ടി ആളുകൾ വരല് 3 ദിവസമാണ്. എവിടെ പോയി, ഏത് ഗുഹയിലുള്ളത്, ഏത് കാട്ടിലാണ് പോയത്, എവിടെയാണ് കുക്ക് ചെയ്ത്, 3 ദിവസം എല്ലാവരും തിരഞ്ഞെടുക്കും. 3 ദിവസം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, ആൾ പോയി ഉണ്ടോ, നിഗമനാണ്. അങ്ങനെ 3 ദിവസം വെയിറ്റ് ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ആ ഗുഹയിൽ നിന്ന് ഇറങ്ങി.
അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യം പറയാം. ഈ ഗുഹയുടെ ഉള്ളിൽ കയറി ഇരുന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, ഇത് ഒക്കെ ദുർബല റിപ്പോർട്ടാട്ടോ. ഈ പറഞ്ഞതൊക്കെ, ഇതുവരെ പറഞ്ഞതൊക്കെ സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്, പരിശുദ്ധ അതിലേക്ക് സൂചനയുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നാട്ടിൽ പാട്ടായിട്ടുള്ള കഥകളാണ്. ഇവിടെ മൗലൂദ് ഓതുമ്പോൾ മൗലൂദിലുള്ള കഥകൾ, അല്ലാത്ത കഥകളും. ലന്നുൽ ഹമാമ വലന്നുൽ അങ്കബൂതാല ഖൈരിൽ ബരിയത്തി ലം തൻസുജ് വലം തഹുമി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇങ്ങനെ ബുർദ എന്ന് പറഞ്ഞ് പാടി നടക്കുന്നില്ലേ, തലയും പാലുമില്ലാത്ത. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹാമുഖത്ത് എത്തിയപ്പോൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ ആദ്യം ഞാൻ കിടക്കാം, അങ്ങ് ഇവിടെ പുറത്ത് നിൽക്കി, അതിൻ്റെ ഉള്ളിൽ വല്ല പാമ്പോ തവളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെയൊക്കെ ശീലക്കണ്ണം വെച്ചിട്ട് അടച്ച് ഭദ്രമാക്കിക്കോളാം. അങ്ങനെ കടന്നു, എല്ലാം അടച്ചു ഭദ്രമാക്കി. അവസാനം ഒരു ഗുഹ, ഒരു പൊത്തുണ്ടായിരുന്നു, ആ പൊത്തിൽ വെക്കാൻ ഒന്നും കിട്ടിയില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കാലിൻ്റെ വിരൽ അവിടെ വെച്ചു. അങ്ങനെ റസൂലുള്ളാഹിനോട് കയറി വരാൻ പറഞ്ഞു. റസൂലുള്ള കയറി അവിടെ കിടന്ന് വിശ്രമിച്ചു. റസൂലുള്ള മയങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹിൻ്റെ മുഖത്തേക്ക് അബൂബക്കർ സിദ്ദീഖിൻ്റെ കണ്ണുനീര് ചാടി, ചൂടുള്ള കണ്ണുനീര് ചാടിയപ്പോൾ റസൂലുള്ള ചോദിച്ചു, എന്താണ് അബൂബക്കർ ഈ കാണുന്നത്, കരയുന്നത്? അപ്പോൾ നബി ഒന്നുമല്ല, അവസാനം അന്വേഷിച്ച് ചോദിച്ചപ്പം അത് ഈ മാളത്തിൽ നിന്ന് എൻ്റെ കാലിന് ഒരു പാമ്പ് കൊത്തിയതാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. പിന്നെ വേറെയും കൂട്ടി പറയും, ആ പാമ്പ് ഏതാണെന്നറിയുമോ? അത് മൂസാ നബിൻ്റെ കാലത്തുള്ള പാമ്പായിരുന്നു. ഈ ഗുഹയിൽ അവസാനത്തെ പ്രവാചകൻ വന്ന് ഇരിക്കുമെന്ന് ആ പാമ്പിനെ അറിയാമായിരുന്നു. ആ പ്രവാചകനെ കാത്തിരിക്കുകയാണ് ഈ പാമ്പ്. ഈ പ്രവാചകനെ കാണാൻ അബൂബക്കർ സിദ്ദീഖ് സമ്മതിക്കാത്തത് കൊണ്ട് അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലിന് കൊത്തിയതാണ്. ഇങ്ങനെ പല ജാതി കഥകളാണ്, ഇതിനൊന്നും അടിസ്ഥാനമില്ല. അതൊക്കെ വലിയ കറാമത്തും മുഅ്ജിസത്തും ഒക്കെ ആയിട്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അതൊക്കെ കൊടുക്കാം, നമ്മളതിനൊന്നും എതിരല്ല. അതിനേക്കാളും വലിയത് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇല്ലാത്തത് പറയരുത്, ഉള്ളതേ പറയാവൂ. ഏത് നബിയെക്കുറിച്ചാലും ഏത് മഹാന്മാരെക്കുറിച്ചാലും ഇല്ലാത്ത സംഗതി പറയാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു കുറച്ചിലാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹ് കൊടുത്തതൊന്നും പോരാഞ്ഞിട്ടല്ല നിങ്ങൾ വേറെ പറയുന്നത് എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പം അത് അള്ളാഹിൻ്റെ റസൂലിനെ കുറച്ച് കാണിക്കലാണ്, പറയാൻ പാടില്ല. ഉള്ളത് പഠിക്കുക, ഉള്ളത് ഖുർആനിലുണ്ട്, ഉള്ളത് ബുഖാരിയിലുണ്ട്, ഉള്ളത് മുസ്ലിമിലുണ്ട്, ഉള്ളത് ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തി പരിശോധിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം പറയുക. അത് പറയണമെങ്കിൽ ആദ്യം പഠിക്കണമെങ്കിൽ അവിടെ ഇരുന്ന് സമയം ചെലവഴിക്കണം. നാട്ടിൽ തെണ്ടി നടന്നാൽ പറ്റൂല, നോട്ടീസ് ഒട്ടിച്ച് പൊടിയും കെട്ടി നടന്നാൽ അതിന് സാധിക്കുകയില്ല. ഒന്നത്. രണ്ടാമത്തത്, ഈ ഗുഹയുടെ മുമ്പാകത്ത് 2 പ്രാവുകൾ മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് ലന്നുൽ ഹമാമ വലന്നുൽ അങ്കബൂത അല എന്ന് ബുർദയിൽ പറഞ്ഞത്. മറ്റൊന്ന്, ഈ ഗുഹാമുഖത്ത് തന്നെ ചിലന്തി വല കെട്ടിയിട്ടുണ്ടായിരുന്നു. ചിലന്തി നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, അങ്കബൂത്ത്. ഈ വിഷയവും ശരിയല്ല, സ്വഹീഹ് അല്ല. കാരണം അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത് സൂറത്തു അത്തൗബയുടെ 40-ാമത്തെ സൂക്തത്തിൽ അള്ളാഹ് പറഞ്ഞു, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങൾ എൻ്റെ പ്രവാചകനെ സഹായിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ് സഹായിക്കും, ഞാൻ സഹായിക്കും എന്ന് പറഞ്ഞ് തുടങ്ങുന്ന 40-ാമത്തെ സൂക്തം സൂറത്തു തൗബയിൽ. അതിൻ്റെ ഇടയ്ക്ക് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത സൈന്യങ്ങളെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു സെക്യൂരിറ്റി നൽകിയിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞതല്ലേ അത്? നിങ്ങളെ കണ്ണുകൊണ്ട് കാണാത്ത സൈന്യങ്ങളെ കൊണ്ടാണ് ഞാൻ മുഹമ്മദ് നബിക്ക് സംരക്ഷണം തീർത്തത്. അപ്പം പിന്നെ എങ്ങനെയാ ഈ പ്രാവ് മുട്ടയിടുന്നതാവന്? പ്രാവിനെ നമുക്ക് കാണാൻ പറ്റൂലേ? പ്രാവിൻ്റെ മുട്ടയും നമുക്ക് കാണാൻ പറ്റും, ചിലന്തി വലയും നമുക്ക് കാണാൻ പറ്റും. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത്, നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത സൈന്യം അവിടെ ഉണ്ട്, അടുക്കാൻ കഴിയില്ല. എത്രത്തോളം? ആ ഗുഹയുടെ മുഖത്ത് വന്നുകൊണ്ട് ഖുറൈശികൾ അന്വേഷണം നടത്തി. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഇതേ ഹദീസിലുണ്ട്, ആ ഗുഹയുടെ മുഖത്ത് ഖുറൈശികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് അബൂബക്കർ കണ്ടപ്പോൾ അബൂബക്കറിന് ബേജാറായി. അബൂബക്കർ ചോദിച്ചു, നബിയേ ലൗ അന്ന അഹദഹും നളറ തഹ്ത ഖദമൈഹി ലഅബ്സറനാ, ആരെങ്കിലും ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണൂലേ നബിയേ? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, മാ ലന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. അബൂബക്കറെ, എന്താണ് നിന്റെ വിചാരം 2 ആളെക്കുറിച്ച്? അള്ളാഹു അവർക്ക് 3-ാമനായിട്ടുണ്ട്. കണ്ടോ? അതാണ് മുഅ്ജിസത്ത്. അതുവരെയുള്ളതൊക്കെ കാര്യകാരണ ബന്ധങ്ങളായിരുന്നു. എല്ലാം കാര്യകാരണ ബന്ധമാണ്.
തലയിൽ മൂടി വെച്ച് വരിക, ആരും കാണാത്ത സമയത്ത് വരിക, പിന്നാമ്പുറത്തൂടെ പോവുക. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകളാണ്. അതെല്ലാം ചെയ്തിട്ടുണ്ട് പടച്ചോനെ. ഇനി അവസാനം ഉള്ള വിഷയം എന്താണെന്നറിയോ? എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ശത്രു, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല. ഇവിടെയാണ് എന്ത് ചെയ്യേണ്ടത്? അള്ളാഹുവിന് വിട്ടുകൊടുക്കേണ്ടത്. അവിടെ എനിക്ക് ഓപ്ഷൻ ഇല്ല. ഞാൻ എന്ത് ചെയ്യാനാ? അവിടെ മൂജിസത്തുമായിട്ട് വരേണ്ടടുത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ആ വിഷയം അള്ളാഹുവിന് വിട്ടുകൊടുത്തു. മാലന്നുക ബിസ്നൈൻ അള്ളാഹു സാലിസുഹുമ. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. അള്ള പറഞ്ഞത് നിങ്ങൾ ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ചെയ്യുക, ബാക്കി എൻ്റെ അടുത്തേക്ക് വിട്ടുതരിക, ഞാനത് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുന്നു. അള്ളാഹു മൂന്നാമനായിട്ടുള്ള രണ്ടാളുകളെ കുറിച്ച് നീ എന്താണ് വിചാരിക്കുന്നത് അബൂബക്കറെ? ഇത്രയും സംഭവങ്ങളാണ് ഈ വിഷയത്തിൽ സ്വഹീഹായി വന്നിട്ടുള്ളത്. ബാക്കി പറയുന്നതൊക്കെ വെള്ളം കൂട്ടിയതാണ്. ഇനി അടുത്ത കൊല്ലം എത്ര വെള്ളം കൂട്ടുമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഗാർ സൗറിൽ നിന്ന് അവർ ഇറങ്ങിയിട്ട് അവർ മദീനയിലേക്ക് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മദീനയിലെത്തിയപ്പോൾ എല്ലാ ദിവസവും മദീനയിലുള്ള വിശ്വാസികൾ മദീന പട്ടണത്തിൻ്റെ, അന്ന് പട്ടണമൊന്നുമില്ല, മദീന എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ഒരു അറ്റത്ത് വന്നിട്ട് എല്ലാ ദിവസവും രാവിലെ വരും. പ്രവാചകൻ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും വരും. നല്ല ചൂട് കഠിനമായാൽ അവർ തിരിച്ചു പോരും. വെയിൽ കൊള്ളാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ തന്നെ എല്ലാവരും വന്ന് കാത്തിരുന്നു. മുഹമ്മദ് നബി വരുന്നുണ്ടോ? കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ്. ഇല്ല, കാണുന്നില്ല. ചൂട് കഠിനമായപ്പോൾ അവർ തിരിച്ചു പോന്നു. ആ സമയത്ത് ഒരു വീടിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട്, ഉയരമുള്ള സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് നോക്കി നിൽക്കുന്ന ഒരു ജൂതൻ കുട്ടി ഉണ്ടായിരുന്നു. ജൂതനായ ഒരു കുട്ടി. ആ കുട്ടി ഇങ്ങനെ ദൂരത്തേക്ക് നോക്കിയപ്പോൾ രണ്ട് വെള്ള കളറുള്ള രണ്ട് അടയാളങ്ങൾ വരുന്നു. രണ്ട് വെള്ള കളർ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഹിജറയുടെ സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ വടക്ക് ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സുബൈർ ഇബ്നുൽ അവ്വാം എന്ന് പറയുന്ന റസൂലുള്ളാഹിയുടെ കുടുംബക്കാരനും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളുമാണ്. സുബൈർ ഇബ്നുൽ അവ്വാം കച്ചവടം കഴിഞ്ഞ് വരികയാണ് മദീനയിൽ നിന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ തുണിയും കുപ്പായും സാധനങ്ങളൊക്കെ കച്ചവടത്തിന് വരുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് ആ തുണിയുടെ കൂട്ടത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനും നല്ല ഷാമി ഡ്രസ്സുകൾ കൊടുത്തിരുന്നു. ആ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് നല്ല വെള്ള കുപ്പായം അല്ലെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരുന്നത് ഈ ജൂതൻ കുട്ടിക്കാണാണ്. ഇതൊക്കെ ഇമാം ബുഖാരിയുടെ ഹദീസാണ് കേട്ടോ. അങ്ങനെ ഈ കുട്ടി നിങ്ങോട്ട് കണ്ടപ്പോൾ കുട്ടിക്കാകെ നിയന്ത്രണം വിട്ട് കുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹാദാ ജദ്ദുക്കുമുല്ലദീ തന്തളിറൂൻ. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ കാത്തിരുന്ന് വെയിൽ ചൂടാകുമ്പോൾ നിങ്ങൾ തിരിച്ചുപോയി. ഹാദാ ജദ്ദുക്കുമുല്ലദീ തന്തളിറൂൻ. നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ മേൽവിലാസം വരുന്നുണ്ട്. നിങ്ങളെ അഭിമാനത്തിൻ്റെ ഹേതുവായ ആൾ വരുന്നുണ്ട്. നിങ്ങളെ വല്ലിപ്പ, ജദ് എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട് അറബിയിൽ. വല്യാപ്പ എന്നർത്ഥമുണ്ട്, അഭിമാന ഹേതുകം എന്നർത്ഥമുണ്ട്. കാരണം വല്യാപ്പ അഭിമാനാണല്ലോ. അതുപോലെ മേൽവിലാസം എന്നർത്ഥം കൊണ്ടൊക്കെ ഉണ്ട്. ഈ കുട്ടി പറഞ്ഞു, ആദാ ജദ്ദുക്കുമുല്ലദീ തന്തളിറൂൻ. നിങ്ങൾ കാത്തിരിക്കുന്ന വല്ലിപ്പ വരുന്നുണ്ട്. ഈ കേട്ടപ്പോൾ എല്ലാവരും കൂടി വീണ്ടും തിരിച്ചു വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാൻ വേണ്ടി. അങ്ങനെ അവരുടെ വണ്ടി അവിടെ ലാൻഡ് ചെയ്തു. മദീനയിലെത്തിയിട്ടില്ല. മദീനയുടെ ഒരു പുറത്ത് ലാൻഡ് ചെയ്തപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അവിടെ ഇറങ്ങി. അബൂബക്കർ സിദ്ദീഖാണ് ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് അവിടെ ഇരുന്നു. കുറച്ച് തണലുള്ള ഒരു സ്ഥലത്ത് അവിടെ ഇരുന്നു. അബൂബക്കർ സിദ്ദീഖ് മുമ്പോട്ട് വന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ വിചാരിച്ച് ഇതന്നെയാണ് നബീന്ന്. കാരണം നാട്ടുകാർ നബീനെ കണ്ടിട്ടില്ല. മദീനയിലുള്ള ആ വന്ന ആളുകൾക്ക് ആർക്കും റസൂലുള്ളാഹിനെ അറിയില്ല, അവർ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് മുമ്പോട്ട് വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖാണെങ്കിൽ കുറച്ച് താടിയൊക്കെ നരച്ച് കണ്ടാലൊരു വാർദ്ധക്യം ബാധിച്ച ആളായി തോന്നും. മുഹമ്മദ് നബിയുടെ തുല്യപ്രായക്കാരനാണെങ്കിലും പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീരെ നിരയില്ല. കണ്ട ചെറുപ്പക്കാരനെ പോലെ തോന്നും. ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും റസൂലുള്ളാഹിൻ്റെ താടി രോമങ്ങളിൽ പോലും ആകെ 3 മുടികൾ മാത്രമാണ് നരച്ചിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് അങ്ങനെയല്ല, കുറച്ച് പ്രായമുള്ള മാതിരിയൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർ കരുതി മുഹമ്മദ് നബി ഇത് തന്നെയാണ്. അങ്ങനെ എല്ലാവരും അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുക്കൽ വന്ന് സല്യൂട്ടൊക്കെ കൊടുത്ത് പ്രവാചകനാണെന്നുള്ള നിലക്ക്. അപ്പോൾ വെയിൽ ചൂടായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ശരീരത്തിലുണ്ടായിരുന്ന ഒരു ഷാലെടുത്തിട്ട് റസൂലുള്ളാഹിക്ക് വിരിച്ചു കൊടുത്തു, തണൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളുകൾ ചോദിച്ചു, അതാരാ നിങ്ങളിപ്പോൾ ഒരു ഷാലൊക്കെ നിർത്തി കൊടുക്കുന്നത്?
ആളുകൾ ചോദിച്ചപ്പോൾ ഈ കൂടിയിരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ ആരൊക്കെയുള്ളതെന്ന് അതും പറയാൻ പറ്റൂല, ശത്രുക്കളുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ഒരു ദ്വയാർത്ഥമുള്ള ഒരു മറുപടി പറഞ്ഞു, ഹാദാ ഹുവ ദലീലുല്ലദീ യഹ്ദീനി സബീൽ. ഇത് എൻ്റെ യാത്രാ ഗൈഡാണ്. യാത്രാ ഗൈഡ് എന്ന് അറിയില്ല, നമ്മൾ ടൂറിന് പോകുമ്പോൾ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും. ഇത് എൻ്റെ യാത്രാ ഗൈഡ് ആകുന്നു. ഹാദാ ഹുവ ദലീലുല്ലദീ യഹ്ദീനി സബീൽ. ഇത് മുഹമ്മദ് നബി എന്ന് പറഞ്ഞിട്ടില്ല, കാരണം ഈ കൂടി നിൽക്കുന്ന ആളുകൾ ആരാന്നറിയില്ലല്ലോ. എന്നാൽ ആ പറഞ്ഞ വാക്കിന് കൃത്യമായ അർത്ഥം അബൂബക്കർ സിദ്ദീഖ് ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്നെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന പ്രവാചകനാണ് ഇത് എന്നാണ് പ്രവാചകനെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് പറയുന്നത്. പക്ഷേ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഒറ്റയടിക്ക് മനസ്സിലാകണ്ടെന്ന് കരുതിയിട്ട് ഹാദാ ഹുവൽ ദലീൽ അല്ലദീ യഹ്ദീനി സബീൽ എന്ന് പറഞ്ഞു. എൻ്റെ ഗൈഡാണ്, ഗൈഡ് തന്നെയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കുറച്ച് സമയം കഴിച്ചു കൂട്ടി പിന്നെ അവിടുന്ന് വന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കുറേ പ്രചരിക്കുന്ന കഥകൾ. അതിൽപ്പെട്ട ഒരു കഥയാണ് റസൂലുള്ളാഹിൻ്റെ ഒട്ടകം ഇങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ വീട്ടിൻ്റെ മുമ്പ് തന്നെ ഇവിടെ തന്നെ ഇറങ്ങിക്കോളി, ഞങ്ങളെ വീട്ടിൽ കയറണം. എല്ലാവരും പറഞ്ഞു ഒട്ടകത്തിനെ നിർത്താൻ വേണ്ടി, ബ്രേക്ക് ഇടാൻ വേണ്ടി. അപ്പോൾ റസൂലുള്ള പറഞ്ഞു ദഊഹ ഫഇന്നഹ മഅ്മൂറ, അതിനെ നിങ്ങളാരും ബ്രേക്ക് ഇടണ്ട, അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നടക്കുന്ന ഒട്ടകമാണ്, അത് എവിടെയാണ് ഇറങ്ങേണ്ടത്, ലാൻഡ് ചെയ്യേണ്ടത് അവിടെ ലാൻഡ് ചെയ്തോളും എന്ന് പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിൻ്റെ മുമ്പിൽ വന്നപ്പോൾ അവിടെ ലാൻഡ് ചെയ്തു. അങ്ങനെ ഒരു സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിലെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും കൂടി ത്വാല അൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദ വജബ ശുക്രു അലൈന മാദാ ലില്ലാഹിദാ. നമ്മളെല്ലാ മൗലൂദിലും കേൾക്കുന്നതാ. ഇങ്ങനെ പാട്ടുപാടി സ്വീകരിച്ചു എന്നാണ്. എന്നാൽ അതും സ്ഥിരപ്പെട്ട സംഗതിയല്ല. ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി വരെ പറഞ്ഞു അത് സ്ഥിരപ്പെട്ടതല്ല, ലഈഫ് ആകുന്നു. മാത്രമല്ല ആ ബൈത്ത് ആ കവിതയിലുള്ളത് എന്താണ്? മിൻ സനിയാത്തിൽ വദാ. സനിയാത്തുൽ വദാ എന്ന് പറഞ്ഞാൽ മദീനയുടെ വടക്ക് ഭാഗമാണ്. മദീനയുടെ വടക്ക് ഭാഗത്തുള്ള ഒരു പ്രദേശത്തിൻ്റെ പേരാണ് സനിയാത്തുൽ വദാ. അഥവാ ഡമസ്കസിൽ നിന്ന്, ഷാമിൽ നിന്ന്, സിറിയയിൽ നിന്ന് വരുമ്പോൾ മദീനയിലേക്ക് വരുമ്പോൾ ക്രോസ് ചെയ്യുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തിൻ്റെ പേരാണ് സനിയാത്തുൽ വദാ. സനിയാത്തുൽ വദായിലൂടെ കടന്നു വന്നിട്ടുള്ള പ്രവാചകന് സ്വാഗതം, ത്വല അൽ ബദ്റു അലൈന എന്ന് എങ്ങനെ മദീനക്കാർ പറയോ? കാരണം പ്രവാചകൻ വരുന്നത് വടക്ക് നിന്നല്ല, പ്രവാചകൻ വരുന്നത് തെക്ക് നിന്നാണ്. മദീനയുടെ തെക്ക് ഭാഗമാണ് മക്ക. മക്കയിൽ നിന്ന് വരുമ്പോൾ സനിയാത്തുൽ വദാ എന്ന പ്രദേശത്തു കൂടെ യാത്ര ചെയ്യുകയില്ല, അത് അവർക്ക് അറിയാം. അതുകൊണ്ട് അതിന് രേഖാപരമായിട്ടുള്ള സ്ഥിരീകരണവുമില്ല, ദൈക്ഷണികമായ സ്ഥിരീകരണവുമില്ല. എന്നാൽ അങ്ങനെ ഒരു കവിത പാടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല കവിതയാണ്, നല്ല കേൾക്കാൻ ഇമ്പമുള്ള നല്ല അർത്ഥമുള്ള കവിതയാണ്. പക്ഷെ ഇല്ലാത്തത് പാടാൻ പാടില്ലല്ലോ. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ നിഗമനം, തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ, തബൂക്ക് എന്ന് പറയുന്നത് മദീനയുടെ വടക്ക് ഭാഗമാണ്, സിറിയയുടെ ഭാഗം. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് വിജയിച്ചു കൊണ്ടുവരുമ്പോൾ, ജേതാക്കളായി വരുമ്പോൾ ഒരു പക്ഷേ മദീനക്കാരായ ആളുകൾ പാടിയതായിരിക്കാം എന്ന നിഗമനം മാത്രമേ അതിലുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ വലിയ സംഭവങ്ങളാണെന്ന് കരുതിയിട്ട്, ഒക്കെ ഹദീസിലും ഖുറാനിലും ഉള്ളതാണെന്ന് കരുതിയിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും വയസ്സന്മാരും കുട്ടികളും എല്ലാവരും മനപ്പാടം പോലെയാണ്. ഖുറാനിൽ ഒരു ആയത്ത് തെറ്റാതെ ഓതാൻ പറഞ്ഞാൽ ആ ഓതാൻ കിട്ടൂല. എന്നാൽ ത്വാല അൽ ബദ്റു മനപ്പാടമില്ലാത്ത ആരാണ്, എല്ലാവർക്കും മനപ്പാടാണ്. അതിങ്ങോട്ട് ഓതിയില്ലെങ്കിൽ മൗലൂദ് ആവില്ല. അപ്പം ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ അട്ടിമറിഞ്ഞിരിക്കണം. ഞാനത് പാടണ്ടെന്നൊന്നും അല്ല പറയുന്നത്, അത് പാടുന്നവർ പാടിക്കോട്ടെ. ഞാൻ മൗലൂദല്ല കേട്ടോ, മൗലൂദിനെ കുറിച്ചല്ല പറയുന്നത്. മൗലൂദിൽ പല നുണകളുണ്ട്, ചെയ്യാൻ പാടില്ല. അതേസമയം ത്വാല അൽ ബദ്റു ഒരാൾ പാടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഹിജ്റ വരുമ്പോൾ പ്രവാചകനെ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന പേരിൽ പാടാൻ പാടില്ല, അങ്ങനെ പാടാൻ പാടില്ല. മദീനയിലേക്ക് പ്രവാചകൻ വരുമ്പോൾ മദീനക്കാരി എന്തായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ ഉദ്ധരിച്ച ബറാഅ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മദീനക്കാർ പറഞ്ഞു ഖദിമ റസൂലുള്ളാഹ്, ഖദിമ റസൂലുള്ളാഹ്, പ്രവാചകൻ വന്നു, പ്രവാചകൻ വന്നു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഹിജ്റയുമായി ബന്ധപ്പെട്ട് പറയുന്ന സ്ഥിരപ്പെടാത്ത കഥകളിൽ ഒരു കഥയും കൂടി ഞാൻ സൂചിപ്പിക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് ഇറങ്ങുമ്പോൾ
മിക്കവാറും നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും അറിയുന്ന സംഗതിയായിരിക്കും. മക്കയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കിടക്കുന്ന കട്ടിലിൽ അവിടെ കിടന്നുറങ്ങിക്കോ, ഞാൻ പുതക്കുന്ന പച്ച പുതപ്പ് പുതച്ചുറങ്ങിക്കോ, ശത്രുക്കളുടെ ഇടയിലൂടെ ഞാൻ രക്ഷപ്പെട്ടു പോകും, നീ ആയിരിക്കണം ഇവിടെ ഉണ്ടാകേണ്ടത്. അങ്ങനെ അഗ്രിമെൻ്റായി അലി ഇബ്നു അബീ ത്വാലിബിനെ അവിടെ കിടത്തി ഉറക്കി. പ്രവാചകൻ രാത്രി എഴുന്നേറ്റു, കയ്യിലൊരു പിടി മണ്ണ് വാരിയെടുത്തിട്ട് യാസീൻ വൽ ഖുർആനിൽ ഹക്കീം എന്ന് തുടങ്ങിയിട്ട് ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്നുള്ള ആ ആയത്ത് വരെ ഓതിയിട്ട് ഈ മണ്ണ് ഒരൊറ്റ ഏറ് കൊടുത്തു. അപ്പം എല്ലാവരുടെ കണ്ണിലും മണ്ണ് പോയി. എല്ലാവരും ഇങ്ങനെ കണ്ണ് തിരുമ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പ്രവാചകൻ രക്ഷപ്പെട്ടു. എല്ലാവരും പറയാറുണ്ട്, ഇക്കോരെല്ലാവരും പറയും. എന്നാൽ ഇതിനും സ്ഥിരീകരണം ഇല്ല, ഇങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നട്ടുച്ച നേരത്ത് അതിശക്തമായ വെയിലുള്ള സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. രാത്രിയിലല്ല ഇറങ്ങി വരുന്നത്. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പം അലി റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ ആക്കുന്ന അങ്ങനെ സംഭവം തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പ്രസിദ്ധരായ പരിശോധകന്മാരായ ദീർഘദൃഷ്ടിയുള്ള മുഹദ്ദിസുകൾ, ഹദീസ് പണ്ഡിതന്മാർ അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പ്രസംഗിക്കാൻ പാടില്ല, പറയാനും പാടില്ല. ഏതെങ്കിലും മുസ്ലിയാരെ എവിടെയെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, ഉസ്താദ് ഇത് എവിടെ പ്രസംഗിച്ചു, നിങ്ങൾ എവിടെ ഇത് കണ്ടത്? അപ്പം മൂപ്പർക്ക് മറുപടി ഉണ്ടാവില്ല. അതിൻ്റെ ഉസ്താദ് ഇങ്ങനെ പറയും, ഞങ്ങളെ ഉസ്താദിൻ്റെ നമ്മൾ പോയി നോക്കുക, തീരുമാനാക്കണോ? നമ്മളിത് ഇങ്ങനെ ഓരൊക്കെ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ട് ഉണ്ടാവും. അങ്ങനല്ല. അത് ഞാനാണെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, നിങ്ങളിപ്പം നിങ്ങളെ പ്രസംഗത്തിൽ സംഗതി പറഞ്ഞല്ലോ, എവിടെയുള്ളത് ചോദിക്കണം. അപ്പോൾ ഈ പറയുന്നവർക്കൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവുള്ളൂ. ഇത് മൈക്ക കിട്ടിയ എന്നും പറയാം, ആരും ഒന്നും ചോദിക്കൂല എന്നുള്ള ഒരു കോൺഫിഡൻസ് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് ഓരെങ്ങനെ പറയും, മറ്റോരിങ്ങനെ കേൾക്കും, അവിടെ പോകും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ചോദിക്കണം. എനിക്കും എൻ്റെ സംസാരത്തിൽ വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കാനുള്ളൊരു അവസരമല്ലേ. നമ്മളാരും മലക്കുകളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവരാരെ കുറ്റം പറയാനോ വിമർശിക്കാനോ ഒന്നുമല്ല. ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ കീഴ്വഴക്കമുണ്ട്. അത് നമ്മളെല്ലാം കൂടി ഇടപെട്ടിട്ട് തന്നെ വേണം തിരുത്താൻ. നമ്മളെ മദ്രസയിലെ ഉസ്താദുമാരും നമ്മുടെ പള്ളിയിലെ ഖത്തീബും ആയിരിക്കും ഇത് പറയുന്നത്. ഒരു മാന്യമായിട്ട് പറഞ്ഞാൽ മതി, നിങ്ങൾ ഇന്ന് ഈ പറഞ്ഞത് എവിടെ ഉള്ളത്, അതിൻ്റെ രേഖ ഒന്ന് കിട്ടണം, അത്രേ ഉള്ളൂ. അല്ലാതെ അയാളെ പറഞ്ഞ് തോൽപ്പിക്കാനോ അയാളെ പരിഹസിക്കാനോ ഒന്നുമില്ല. തെറ്റ് ആർക്കും പറ്റാം. കുറേ കൊല്ലം ഞാനിത് പറഞ്ഞു പോയി എന്ന് കരുതിയിട്ട് ഇനി ഇത് തിരുത്താൻ പാടില്ല എന്നൊന്നുമില്ല. അപ്പം ഇത് അതിൽപ്പെട്ട ഒന്നാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ കടത്തി ഉറക്കി, അങ്ങനെ ഇല്ല. അങ്ങനെ സംഭവം സ്വഹീഹ് അല്ല, അത് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തിയിട്ട് അങ്ങനെ ഒരു സംഗതി പറയുന്നത് തന്നെ ഹറാമാണ്, വൻകുറ്റാണ്. സാധാരണ ഹറാമല്ല, വ്യഭിചാരത്തെക്കാളും കള്ളുകുടിയേക്കാളും വലിയ തമ്മാടിത്തരാണത്. ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് മുതവാത്തിറായ ഹദീസാണ്. പിന്നെ നമ്മൾ ആവർത്തിച്ച് പറയാം, അങ്ങനെ പറയുന്ന സദസ്സിൽ ഇരിക്കാൻ പോലും പാടില്ല ബോധപൂർവം. ഉടനെ മുസ്ലിയാർ കഴിച്ചു കൊടുക്കണം. ഉസ്താദ് ഇപ്പം പറഞ്ഞത് എവിടെയുള്ളത് കൃത്യമായിട്ടത് പറയും. ഇല്ലെങ്കിൽ അത് പറയണ്ട, നമുക്ക് വേറെ എന്തെല്ലാം പറയാനുണ്ട്, ഖുറാനിലും ഹദീസിലും എന്തെല്ലാം സംഗതികൾ പറയാനുണ്ട്, അത് പറയൂ. അപ്പം ഇങ്ങനെ വേറെയും പല സംഗതികളും നിങ്ങൾ കേട്ടുവെച്ചിട്ടുള്ളതിന് സമയം തെറിയിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. ഇപ്പോൾ 3 ഞാൻ പറഞ്ഞു. ഒരു സ്ഥിരീകരണവും ഇല്ലാത്ത എല്ലാവരും വിളിച്ചു പറയുന്ന സംഭവങ്ങൾ. ഇത് നമ്മൾ തിരുത്താൻ വേണ്ടി പരിശ്രമിക്കണം, മറ്റുള്ളവരെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഹിജ്റയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രാർത്ഥന തന്നെ പഠിപ്പിക്കണം. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. ഹിജ്റ പോകുന്നതിന് മുമ്പ് അള്ളാഹു തആല പറയാണ്, നബിയെ നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾ എന്നോട് ചോദിക്കി. സത്യത്തിൽ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനപ്പം ഇങ്ങനെ ഇടങ്ങറായി ചോദിപ്പിക്കുന്നത്? കൊടുക്കാനുള്ളത് കൊടുത്താൽ പോരെ, കൊടുക്കാനുള്ളത് അങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനല്ല, പ്രവാചകനോട് നിങ്ങൾ ചോദിക്കൂന്ന്, അപ്പം ഞാനോട് തരും. വഖുൽ, നബിയെ ചോദിക്കൂ, പ്രാർത്ഥിക്കൂ, പറയൂ. എന്ത്? റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ,
എന്നെ വളരെ ഐശ്വര്യത്തോടുകൂടി അഭിമാനത്തോടുകൂടി മദീനയിൽ പ്രവേശിപ്പിക്കണം. അങ്ങനെ അർത്ഥം വെക്കാം. മക്കയിൽ പ്രവേശിപ്പിക്കണം എന്നും അർത്ഥം വെക്കാം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യം മദീനയിൽ പ്രവേശിച്ചു, പിന്നെ രണ്ടാമത് ഹിജ്റ 8ാമത്തെ കൊല്ലം തിരിച്ച് മക്കയിലും പ്രവേശിച്ചു. അല്ലേ? അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ്. എന്നെ നീ വളരെ അഭിമാനത്തോടുകൂടി പുറത്തേക്ക് കൊണ്ടുപോകണം, വളരെ അഭിമാനത്തോടുകൂടി പുറത്തേക്ക് കൊണ്ടുപോകണം, വളരെ അഭിമാനത്തോടുകൂടി അകത്തേക്കും കൊണ്ടുപോകണം. എന്നിട്ട് പറഞ്ഞു വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. എനിക്ക് നീ അധികാരം തരണം. കാരണം ഞാൻ 13 കൊല്ലക്കാലം അധികാരമില്ലാത്ത ഒരു പ്രബോധകനായിരുന്നു. അധികാരമില്ലാത്ത പ്രബോധനം കൊണ്ട് ഉണ്ടാകുന്ന വിഷമങ്ങൾ ഞാൻ അനുഭവിച്ചു. അധികാരമില്ലാത്ത ഇസ്ലാം ഏതുവരെ എത്തുമെന്നും ഞാൻ അറിഞ്ഞു. ഇനി പടച്ചോനെ എനിക്ക് അധികാരമുള്ള ഇസ്ലാം വേണം. വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അധികാരം ഇസ്ലാമിന് വേണ്ടതില്ല. അധികാരമില്ലാതെയും ഇസ്ലാം പൂർണ്ണമാണ്. അധികാരമുള്ള ഇസ്ലാമിന് മാത്രമേ പെർഫെക്ഷൻ ഉള്ളൂ എന്ന് പറയുന്നവർ രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന സൂപ്പികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ഓശാന പറയുന്ന ഫാസിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ അത് തിരുത്തുന്നു. തിരുത്താൻ വേണ്ടി അള്ള പറയുന്നു. നിങ്ങൾ സ്വന്തം വകയല്ല, ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്കൊരു പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥന? വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. മദീനയിൽ പോകുന്നത് കേവലം ഒരു പോക്കല്ല, അധികാരം ലഭിക്കാൻ വേണ്ടി പോവുകയാണ്, സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ്. പള്ളി മിഹ്റാബിൽ ഇമാമ് നിൽക്കുന്നത് പോലെ രാഷ്ട്രതന്ത്രം കറക്കിക്കൊണ്ട് നടക്കുന്ന, സൈനിക തലവനായി പ്രവർത്തിക്കുന്ന, നീതി ന്യായാധിപനായി പ്രവർത്തിക്കുന്ന, ഉടമ്പടികളിൽ സന്ധി ചെയ്യുന്ന ലോക നേതൃത്വമായി വരേണ്ട പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അധികാരം എനിക്ക് നൽകണം. അധികാരമോഹം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടി അധികാരം ചോദിക്കുമ്പോഴാണ് അത് ഒരു മോശം ആകുന്നത്. ഞാൻ എനിക്ക് വേണ്ടി അധികാരം ചോദിക്കുന്നില്ല. ഞാൻ അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്താൻ വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് അധികാരം ചോദിക്കുന്നത്, എനിക്ക് വേണ്ടിയല്ല. അത് മോശമല്ല. തിരിച്ചു വരാൻ വേണ്ടിയാണ്, ശക്തമായി തിരിച്ചു വരാൻ വേണ്ടി, അതിശക്തമായി തിരിച്ചു വരാൻ വേണ്ടിയാണ് ഞാൻ അധികാരം ചോദിക്കുന്നത്. ആ പ്രാർത്ഥന തന്നെ നിങ്ങൾ നോക്കി, ആ പ്രാർത്ഥനയുടെ ഘടന നോക്കി. പ്രവാചകൻ പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുന്ന പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് എന്താണ്? റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖ്. എന്നെ നീ അകത്തേക്ക് കടത്തണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അഭിമാനത്തോടുകൂടി എന്നെ നീ അകത്തേക്ക് കടത്തണം. അത് കഴിഞ്ഞിട്ടാണ് വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ. അഭിമാനത്തോടുകൂടി സത്യസന്ധതയോടുകൂടി എന്നെ നീ പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പം ആദ്യം ചെയ്യുന്ന പണി പുറത്തേക്ക് പോവലാണ്. പുറത്തു പോയിട്ടാണ് പിന്നെ രണ്ടാമത് റീ എൻട്രി. എന്നാൽ പ്രവാചകന്റെ പ്രാർത്ഥന അങ്ങനെയല്ല. അള്ളാഹു പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന അങ്ങനെയല്ല. മറിച്ച് ആദ്യം അകത്തേക്ക് കടക്കുന്ന കാര്യം പറയും. കാരണം പുറത്തേക്ക് പോവുക എന്നത് ഓൺലി മീഡിയം, അതൊരു മാധ്യമമാണ്. നിങ്ങൾ ശക്തമായി തിരിച്ചു വരാൻ വേണ്ടിയാണ് പുറത്തേക്ക് പോകുന്നത്. പുറത്തു പോകൽ ലക്ഷ്യമല്ല. ലക്ഷ്യം അകത്ത് കടക്കലാണ്. ലക്ഷ്യം കീഴടക്കലാണ്. ലക്ഷ്യം ജേതാവാകലാണ്. അതിനു വേണ്ടിയുള്ള ചവിട്ടുപടിയാണ് നിങ്ങൾ തൽക്കാലം ഒരു പുറത്തേക്ക് പോക്ക്. അതുകൊണ്ട് പുറത്തേക്ക് പോക്കിനെ കുറിച്ച് ഇപ്പം പറയണ്ട, ആദ്യം അകത്ത് കടക്കുന്നതിനെ കുറിച്ച് പറയൂ. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ. എന്നെ നീ അകത്ത് കടത്തിത്തരണം. വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ. പിന്നെയാണ് പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇത്രയും ഡിപ്ലോമാറ്റിക്കലാണ്. പ്രാർത്ഥന പോലും ഡിപ്ലോമാറ്റിക്കലാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെത്. അത് പ്രവാചകൻ ജീവിതത്തിലൂടെ അങ്ങ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം ഹിജ്റ എന്ന് പറയുന്നത് അതിമഹത്തായ ഒരു ദൗത്യമായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കേന്ദ്രബിന്ദുവാണ് ഹിജ്റ. ഹിജ്റ ചെയ്തവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഡസൻ കണക്കിന് ആയത്തുകളിൽ ഹിജ്റയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വസ്സാബിഖൂനൽ മുഹാജിറൂന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ എന്ന് തുടങ്ങുന്ന സൂറത്തു തൗബയിലെ 100-ാമത്തെ സൂക്തമുണ്ട്.
അതുപോലെ ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉളിഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ എന്ന് തുടങ്ങുന്ന സൂക്തത്തിലും ഹിജ്റയെക്കുറിച്ച് പറഞ്ഞു. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു ഫീ സബീലില്ലാഹി എന്ന് തുടങ്ങുന്ന സൂറത്ത് അൽ ബഖറയിലെ 218 സൂക്തത്തിൽ പറഞ്ഞു. പല സ്ഥലത്തും ഹിജ്റയെക്കുറിച്ച് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പറഞ്ഞു ഒരിക്കൽ, എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ മുഹാജിറാണ്. പ്രവാചകൻ്റെ ഐഡൻറ്റിറ്റിയാണത്. പ്രവാചകൻ ഒരിക്കൽ അൻസാരികൾക്ക് വിഷമമായപ്പോൾ അൻസാരികളോട് പറഞ്ഞു, ലൗലൽ ഹിജ്റതു ലകുൻതും റഅൻ മിനൽ അൻസാർ, ലൗലൽ ഹിജ്റതു ലകുൻതും റഅൻ മിനൽ അൻസാർ. ഞാൻ നിങ്ങളെ ട്രൂപ്പിലല്ല, ഞാൻ മുഹാജിറുകളുടെ ട്രൂപ്പിൽ ഉള്ളയാളാണ്. അത് ഹിജ്റ ഉള്ളത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളെ ട്രൂപ്പിലാകുമായിരുന്നു. സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതിന് വേറെയും പല അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ ഒരർത്ഥം, മദീനക്കാർക്ക് ആകെ പേടിയായി. എന്ത്, പ്രവാചകൻ ഞങ്ങളെ ഒഴിവാക്കി രണ്ടാമത് മക്കയിലേക്ക് തന്നെ പോകുമെന്ന്. തൽക്കാലം സെക്യൂരിറ്റിക്ക് വേണ്ടി മദീനയിൽ വന്നു, സുരക്ഷിതത്വമൊക്കെ കിട്ടി, സെക്യൂരിറ്റിയൊക്കെ ആയി. ഇനി പ്രവാചകൻ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകുമോ എന്ന ഒരു പേടി മദീനക്കാർക്ക് വന്നപ്പോൾ ആ പേടി നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ലൗലൽ ഹിജ്റതു ലകുൻതും റഅൻ മിനൽ അൻസാർ. ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാരിയാകുമായിരുന്നു. അൻസാരിയായാൽ എനിക്ക് മക്കയിലേക്ക് തിരിച്ചു പോകാമായിരുന്നു. നമ്മൾ മനസ്സിലാക്കിയ പോലെയല്ല അർത്ഥം. നമ്മൾ മനസ്സിലാക്കിയതിന് നേരെ വിപരീത. അൻസാരിയായ പിന്നെ എങ്ങനെ മക്കൾക്ക് പോവാം? അൻസാരിയായ മദീന തന്നെ വേണ്ടേ? അല്ല, അങ്ങനെയല്ല. അൻസാരികൾക്കുള്ള ഫ്ലെക്സിബിലിറ്റിയാണ് അവർക്ക് മക്കയിൽ പോയി അവിടെ സിറ്റിസൺഷിപ്പ് എടുക്കാം. അൻസാരി മക്കക്കാരനായി മാറി. അൻസാരി മക്കയിൽ പോയി കല്യാണം കഴിച്ച് അവിടെ തന്നെ താമസിച്ചു, ഒരു കുഴപ്പമില്ല. എന്നാൽ ഞാൻ അൻസാരി അല്ലാത്തത് കൊണ്ട് എനിക്ക് മദീനയിൽ നിന്ന് പോകാൻ പാടില്ല. ഉണ്ടോ? അൻസാരികളായ നിങ്ങൾക്ക് മദീന വിട്ടു പോകാം, നിങ്ങൾക്ക് മക്കയിൽ പോയി സിറ്റിസൺഷിപ്പ് എടുക്കാം. ഞാൻ അൻസാരി അല്ലാത്തത് കൊണ്ട്, ഞാൻ മുഹാജിറായതുകൊണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കർമ്മം, പരിശുദ്ധ ദീൻ കഴിഞ്ഞാൽ, ഹിദായത്ത് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ കർമ്മം ഹിജ്റയാണ്. ആ ഹിജ്റ വള്ളത്തിലാക്കുന്ന വിധത്തിൽ മക്കയിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കൂടെ കാലാകാലം ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾ പേടിക്കണ്ട. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. ലൗലൽ ഹിജ്റതു ലകുൻതും റഅൻ മിനൽ അൻസാർ. അതുകൊണ്ട് സഹാബികൾ പേടിച്ചിരുന്നു, മുഹാജിറുകളായ സഹാബികൾ പേടിച്ചിരുന്നു, ഞങ്ങളെങ്ങാനും മക്കത്ത് പോയി മരിച്ചാലോ, മക്കയിൽ പോയി മരിച്ചു കളയുമോ എന്ന് പേടിച്ചിരുന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 9ാമത്തെ വർഷം ഹജ്ജിന് വന്നു. ഹജ്ജത്തുൽ വദാഇൽ പങ്കെടുത്തപ്പോൾ വലിയ രോഗം പിടിപെട്ടു, കലശലായ രോഗം, മരിക്കാൻ പോകുന്നുള്ളിടത്തെത്തി. സ്വത്ത് മുഴുവനും വസിയത്ത് ചെയ്യാൻ തീരുമാനിച്ചു. വലിയ സമ്പന്നനായിരുന്നു. ആ സംഭവം ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ആ സമയത്ത് സഅദ് പറഞ്ഞു, നബിയെ, ഞാൻ മക്കത്ത് മരിക്കുമോ എന്ന് പേടിക്കുന്നു. നമ്മളൊക്കെ ആണെങ്കിലോ മക്കത്ത് മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? മക്കയുടെ പുറത്തുള്ള ഏതെങ്കിലും ആളുകൾ മക്കയുടെ പുറത്ത് മരിച്ചാൽ ആ മയ്യത്ത് മക്കയിലേക്ക് കൊണ്ടുപോകൽ പോലും സൗകര്യപ്പെടുകയാണെങ്കിൽ സുന്നത്താണ്. എന്നാൽ സഅദ് പറയുന്നത്, ഇവിടെ എനിക്ക് മരിക്കാൻ പറ്റൂല, എനിക്ക് പേടിയാണ് അവിടെ മരിക്കുന്നത്. കാരണം എന്താ? ഞാൻ മുഹാജിറാണ്, ഞാൻ മുഹാജിരിങ്ങളിൽപ്പെട്ടയാളാണ്. ഞാനെങ്ങാനും ഇവിടെ വെച്ച് മരിച്ചു പോയാൽ മക്കക്കാരനായി മരിച്ചു പോകും. എൻ്റെ ഏറ്റവും വലിയ പുണ്യകർമ്മമാകുന്ന ഹിജ്റ വള്ളത്തിലാകും. അതുകൊണ്ട് പടച്ചോനെ, എന്നെ ഇവിടുന്ന് മരിപ്പിക്കരുത്, എന്നെ മദീനയിൽ വെച്ച് മരിപ്പിക്കണം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് മരിക്കൂല, നിങ്ങൾ ഇവിടുന്ന് മരിക്കൂല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിൽ സഅദ് റളിയല്ലാഹു അൻഹുവിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. സമാധാനമായി അദ്ദേഹം സുഖമായി തിരിച്ചുപോയി. പിന്നെയും 45ഓളം കൊല്ലം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഏകദേശം ഒരു 40-45 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ സഅദ് ഇബ്നു അബീ വഖാസ് ഹിജ്റ 55 മദീനയിൽ വെച്ച് മരണപ്പെടുന്നത്. അപ്പോൾ ഹിജ്റ എന്ന് പറയുന്നത് വളരെ വലിയ കർമ്മമാണ്. അത് ഒരിക്കലും പാഴായി പോകാൻ പാടില്ലാത്ത വിധം അവർ മദീനയിൽ തന്നെ താമസിക്കാൻ നിർബന്ധിതരാണ്. മദീനയിൽ നിന്ന് പോയിട്ട് മക്കയിലേക്ക് തിരിച്ചു പോയാൽ അവരുടെ കർമ്മം പോലും പാഴായി പോകുന്ന വിധത്തിലായി പോകും. അത്രയും വലിയ ക്രെഡിറ്റാണ് മുഹാജിറിന് ഉള്ളത്. 4 ഖുലഫാഉർ റാഷിദുകളും മുഹാജിറുകളാണ്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും, ഇവരൊക്കെ മുഹാജിറുകളാണ്.
സുബ്ഹാനല്ലാ. അങ്ങനെ ഹിജ്റയുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ പറയുകയാണെങ്കിൽ ഇനി ഒരുപാട് സംഗതികൾ പറയേണ്ട നമ്മുടെ സമയം ഇവിടെ അതിക്രമിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ പറഞ്ഞതിനെയും കേട്ടതിനെയും എല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ.